ഹായ്. ന്യൂറോൺസിലെ ഹരി പറഞ്ഞാണ് ഈ ലൈവ് ചെയ്യുന്നത്. ഇതൊരു വൺ വേ ടോക്ക് ആയതുകൊണ്ട് എനിക്കൊരു പുതിയൊരു അനുഭവമാണ്. ഹലോ ശ്രീലേഖ, ഞാൻ മെല്ലെ വിഷയത്തിലേക്ക് കടക്കാം. ഇമ്മ്യൂണിറ്റി എന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പ്രതിരോധ ശക്തിയെപ്പറ്റി, ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെപ്പറ്റി സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ കോവിഡ് തുടങ്ങിയപ്പോൾ സ്ഥിരം ഇത്തരം സാഹചര്യങ്ങളിൽ ഇറങ്ങി വരുന്ന ടീംസ് ഉണ്ടല്ലോ, പ്രതിരോധ ശക്തി കൂട്ടാനും എന്നൊക്കെ പറഞ്ഞ് വരുന്ന അവർ വീണ്ടും ഇറങ്ങാൻ തുടങ്ങി. അതേപോലെ അതിൻ്റെ വാക്സിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു ലൈവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് വെച്ചിട്ടാണ് ഇങ്ങനെയൊരു വിഷയം തിരഞ്ഞെടുത്തത്. കുറച്ച് പേരായിട്ടുണ്ട്. ഞാൻ വിഷയം തുടങ്ങാം. പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റമാണ് പ്രദാനം ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിലൊരു ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയുണ്ട്. അത് ബഹുകോശ ജീവികളിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആയതു മുതൽ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റമും ഉണ്ട്. നമുക്ക് രണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്: ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റവും അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റവും. ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ സാധാരണ പറയുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സെലക്റ്റീവ് അറ്റാക്ക് ഉണ്ടാവില്ല. അതൊരു സ്വാഭാവിക പ്രതിരോധ വ്യവസ്ഥ എന്ന് പറയാം. മറ്റേത് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം, ആർജിത പ്രതിരോധ വ്യവസ്ഥ. ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ കടക്കുകയാണെങ്കിൽ ആദ്യം അത് കടക്കുന്ന മാത്രയിൽ തന്നെ അതിനെ നേരിടുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ആയിരിക്കും. അത് നമ്മുടെ ശരീരത്തിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം അതിനെപ്പറ്റി പഠിക്കുകയും അതിനെ നേരിടാൻ തയ്യാറാവുകയും ചെയ്യും. അത് കുറേ കൂടി സ്ട്രോങ് ആയിട്ടുള്ള പ്രതിരോധം ഉയർത്തും. ആ ഓർഗാനിസത്തിനെ മിക്കവാറും സക്സസ്ഫുള്ളി നേരിടാനുള്ള ശേഷി അതിനുണ്ടാവും. മാത്രമല്ല, ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം അതിന് മെമ്മറി ഉണ്ടാവും. ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാത്തിനെയും, ഏതൊരു അറ്റാക്കിനെയും നേരിടാൻ തയ്യാറായിരിക്കും. അതിന് ഓർഗാനിസം മുമ്പ് അത് നേരിട്ട ഓർഗാനിസം ആണോ എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റം അത് ഉപയോഗിക്കുന്നത് നമ്മുടെ എല്ലാ കോശങ്ങളിലുള്ള സങ്കേതങ്ങളാണ്. ബഹുകോശ ജീവികൾ ആയപ്പോൾ തന്നെ നമ്മുടെ ഓരോ കോശങ്ങളും പരസ്പരം കമ്മ്യൂണിക്കേഷൻ, ഓരോ കോശങ്ങൾക്കും ഇൻ്റർഫേസ് ഉണ്ടാവും. നമ്മുടെ ജാവ പ്രോഗ്രാമേഴ്സിന് അറിയുന്നുണ്ടാവും ഇൻ്റർഫേസ്. അതുപോലെ നമുക്ക് കോശങ്ങൾക്ക്, സെൽസിന് അതിന് പുറത്ത് ബാഹ്യമായി പ്രകടിപ്പിക്കുന്ന അതിൻ്റെ സിഗ്നൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻ്റർഫേസ് എന്ന് പറയാം, അതൊക്കെ ഉണ്ടാവും. അത് വെച്ച് മറ്റു കോശങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സെൽ റെക്കഗ്നൈസ് ചെയ്യണം. ഏത് സെല്ലാണത്, അത് ലിവർ സെല്ലാണോ, ബ്ലഡ് സെല്ലാണോ, വേറെ എന്തെങ്കിലും സെല്ലാണോ, അതിനെന്താണ് വേണ്ടത് എന്നുള്ള പരസ്പര ആശയവിനിമയം കോശങ്ങളിൽ നടക്കണം. അങ്ങനെയുള്ള ഇൻ്റർഫേസും കമ്മ്യൂണിക്കേഷനും ഒക്കെ എല്ലാ ബഹുകോശ ജീവികളുടെ എല്ലാ കോശങ്ങൾക്കും ഉണ്ട്. ഈ സങ്കേതങ്ങളാണ് ഇമ്മ്യൂൺ സിസ്റ്റവും ഉപയോഗിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാ കോശങ്ങളും, ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ കോശങ്ങൾ മാത്രമല്ല, ഒരു ബഹുകോശ ജീവിയുടെ കോശങ്ങളും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നുണ്ട്. ചോദ്യങ്ങൾ വരികയാണ്. ചില കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായി
ഇവോൾവ് ചെയ്തത് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അത് സെലക്റ്റീവ് അല്ല, നേരത്തെ പറഞ്ഞു സെലക്റ്റീവ് അല്ല. അതിന് പിന്നെ മെമ്മറി ഇല്ല. അത് വന്ന ഓർഗാനിസംസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് നമ്മുടെ കോശങ്ങളിലില്ലാത്ത ചില കാര്യങ്ങൾ, ചില പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ലിപ്പിഡ് മോളിക്യൂൾസൊക്കെ അതിൻ്റെ കോശസ്തരത്തിലുണ്ടാവും. ഈ ബാക്ടീരിയയുടെ, അമീബയുടെയും പാരസൈറ്റ്സിൻ്റെയൊക്കെ അതൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് അതിനെതിരെ മൗണ്ട് ചെയ്തിട്ടാണ് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ നേരിടുന്നത്. അത് ഓർഗാനിസം നമ്മുടെ ദേഹത്തിൽ കടന്ന ഉടനെ തന്നെ അതിനെ നേരിടാൻ തയ്യാറായിരിക്കും. ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ കുറേ സെൽസ് ഉണ്ട്, കുറേ കോശങ്ങൾ. സാധാരണ നമ്മൾ പറയുന്നത് ആൻറ്റിബോഡി, അങ്ങനെ ഒരു വളരെ സിംപ്ലിഫൈഡ് ആയിട്ടാണ് പലരും സംസാരിക്കുന്നത്. പിന്നെ എല്ലാ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനാണ്. പക്ഷെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നിടത്ത് അത്രത്തോളം തന്നെ ആളുകൾ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കൊരു ജസ്റ്റ് ഒരു നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ സെറ്റിംഗ് പോലെ ഒരു സെറ്റിംഗ് മാത്രമാണെന്ന് വിചാരിക്കും. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒരു സെറ്റിംഗ്, നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടുക, ഇമ്മ്യൂണിറ്റി കുറക്കുക, അങ്ങനെ ഒരു നിശ്ചിത ഒരു സെറ്റിംഗ് മാത്രമല്ല. നമ്മുടെ ശരീരത്തിലെ മൊത്തം കോശങ്ങളുടെ പരസ്പര ആശയവിനിമയം എല്ലാം അതിൽ പെടും. പിന്നെ നമ്മുടെ പുറത്തു നിന്ന് വരുന്ന ജീവികളെ നേരിടുന്നതിൽ മാത്രമല്ല ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ജോലി. നമ്മുടെ പിന്നെ നശിപ്പിക്കപ്പെട്ട നമ്മുടെ കോശങ്ങൾ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നീക്കം ചെയ്യുക. പിന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ ആയിത്തീരുന്ന കോശങ്ങളുണ്ടെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്ത് നീക്കം ചെയ്യുക. അതിനെ ക്യാൻസർ ഇമ്മ്യൂണോ സർവൈലൻസ് എന്ന് പറയും. പിന്നെ അങ്ങനെയൊക്കെയുള്ള പല പ്രവർത്തനങ്ങളും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ചെയ്യുന്നുണ്ട്. ഒരു ചോദ്യത്തിലും ഞാൻ കിടക്കാം. വാട്ട് ആർ നാച്ചുറൽ കില്ലർ സെൽസ്? ഈസ് ദറ്റ് എ റീസൺ വൈ ക്യാൻസർ സംടൈംസ് ഗോ എവേ ഓൺ ഇറ്റ്സ് ഓൺ? വുഡ് വർക്കിംഗ് ഓൺ അവർ ഇമ്മ്യൂണിറ്റി പ്രൊട്ടക്റ്റ് ഓർ ക്യൂർ അഗ്രസീവ് ക്യാൻസേഴ്സ്? നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായി, അത് ഇന്നേറ്റ് സിസ്റ്റത്തിലുണ്ട്, പിന്നെ ഭാഗികമായി അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായും വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാൻസറിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഒരു കാര്യം പറയാം. നമ്മൾ എയ്ഡ്സ് രോഗികൾക്ക് എയ്ഡ്സ് ആദ്യമായി റെക്കഗ്നൈസ് ചെയ്ത് തന്നെ അവരിൽ സാധാരണ ആളുകളിൽ കാണാത്ത ക്യാൻസറുകൾ, പല രോഗങ്ങളും ക്യാൻസർ അടക്കം വരുന്നുവെന്ന് കണ്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ കോംപ്രമൈസ് ആയാൽ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കോംപ്രമൈസ്ഡ് ആയാൽ നമുക്ക് ക്യാൻസറുകൾ വരാനുള്ള സാധ്യത കൂടും. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ ക്യാൻസറുകൾ വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏതെങ്കിലും കോശങ്ങൾ ക്യാൻസറസ് ആയാൽ അതിനെ റെക്കഗ്നൈസ് ചെയ്ത് അതിന് നീക്കം ചെയ്യാനുള്ള ശേഷി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ട്. അതാണ് ക്യാൻസർ ഇമ്മ്യൂണോ സർവൈലൻസ്. ഇത് ഈ അടുത്ത് കണ്ടുപിടിക്കപ്പെട്ടതൊന്നല്ല, വളരെ കാലങ്ങളായിട്ടുള്ള ആശയമാണ്. ഈ അടുത്ത് ഇതിൽ പല മാറ്റങ്ങളും കൂടുതൽ അറിവും വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാൻസർ ഇമ്മ്യൂണോ എഡിറ്റിംഗ് എന്നാണ് ഇപ്പോൾ, ഇമ്മ്യൂണോ സർവൈലൻസ് എന്നുള്ള ടേം അല്ല, ഇമ്മ്യൂണോ എഡിറ്റിംഗ് എന്നാണ് ഇപ്പോഴും ഉപയോഗിക്കുന്ന ടേം. അതായത് ക്യാൻസർ റെക്കഗ്നിഷൻ, പിന്നെ ഗ്രോത്ത് തടയൽ, ക്യാൻസർ അതിൻ്റെ ഇൻഹിബിഷൻ, ചില ഘട്ടങ്ങളിൽ ക്യാൻസർ പ്രൊമോഷൻ പോലും ഇമ്മ്യൂൺ സിസ്റ്റം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം എല്ലാത്തിനും തടയുക മാത്രമല്ല. അപ്പോൾ പിന്നെ അതാണ് ക്യാൻസറും ഇമ്മ്യൂൺ സിസ്റ്റവും ആയിട്ടുള്ള ബന്ധം. വേറൊന്ന് ഇമ്മ്യൂൺ സിസ്റ്റവും പിന്നെ മൈക്രോബ്സും സൂക്ഷ്മജീവികളുമായിട്ടുള്ള ബന്ധം. നമ്മൾ പലപ്പോഴും അണുക്കളെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം രോഗാണുക്കളാണെന്നാണ് നമ്മളെ രോഗാണുക്കൾ അല്ലാതെ നമ്മൾ അണുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആറ്റംസ് ഒക്കെയാണ് നമ്മൾ ധരിക്കുക. അപ്പോൾ ശരിക്കും നമുക്ക് സൂക്ഷ്മാണു എന്ന് പറയാം, മൈക്രോബ്സ്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 10 ട്രില്യൺ കോശങ്ങളുണ്ട്. നമ്മുടെ കോശങ്ങൾ അത്ര തന്നെ 10 ട്രില്യൺ തന്നെ പിന്നെ സൂക്ഷ്മാണുക്കളും നമ്മുടെ ശരീരത്തിലുണ്ട്.
അത് ഞാനെന്ന് പറയുന്നത് എൻ്റെ DNA വഹിക്കുന്ന കോശങ്ങളുടെ ഒരു കൂട്ടം മാത്രമല്ല. ഞാനെന്നത് ഈ കോശങ്ങളും കൂടാതെ എന്നിൽ കഴിയുന്ന എൻ്റെ കോശങ്ങളുടെ എത്ര തന്നെ ഉള്ള മറ്റു സൂക്ഷ്മാണുക്കളും കൂടിയ ഒരു കോളനിയാണ് ഞാനെന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ അല്ല. ശരിക്കും പറഞ്ഞാൽ ഞാനെന്ന് പറയുന്നത് ഒരു കോളനിയാണ്. അവരവിടെ വെറുതെ കഴിയുകയല്ല, നമുക്ക് നമ്മുടെ ആഹാരം ദഹിപ്പിക്കുക, നമ്മുടെ വേറെ കോശങ്ങൾ, വേറെ സൂക്ഷ്മാണുക്കൾ നമ്മളിൽ കയറാതെ നമ്മളെ സംരക്ഷിക്കുക തുടങ്ങിയ പല നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് അവർ ചെയ്തു തരുന്നുണ്ട്. നമുക്ക് ഈ ലാബിൽ പലപ്പോഴും പഠനത്തിനായി സ്റ്റെറൈൽ ഓർഗാനിസത്തിനെ പ്രിപ്പയർ ചെയ്യും. അത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡായ പ്രോസസ്സാണ്. അവരിൽ ഒരു സൂക്ഷ്മാണും ഇല്ലാതെ റാറ്റ്സിനൊക്കെ ഡെവലപ്പ് ചെയ്യുക. ആ റാറ്റിൻ്റെ ദേഹത്തിൽ ഒരു സൂക്ഷ്മാണും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് നോർമലായി പ്രവർത്തിക്കാൻ തന്നെ പറ്റില്ല. ഈവൻ നമ്മുടെ ചിന്തയെപ്പോലും നമ്മുടെ ശരീരത്തിലുള്ള സൂക്ഷ്മാണുക്കൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തയെ, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ, നമ്മുടെ തടിയെ, നമ്മുടെ ആരോഗ്യത്തെ എല്ലാം അവർ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും അവർ സ്വാധീനിക്കുന്നുണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ രണ്ട് വിധത്തിലാണ് സ്വാധീനിക്കുന്നത്. ഒന്ന്, അവരവിടെ ഉള്ളത് കൊണ്ട് രോഗാണുക്കളായ സൂക്ഷ്മാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കടന്നു പറ്റാൻ അവരവിടെ ഒരു സെൻട്രി ആയിട്ട്, ഒരു കാവൽക്കാരായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തും ഉള്ളിലുമൊക്കെ, നമ്മുടെ കുടലിലുമൊക്കെ ഇഷ്ടംപോലെ സൂക്ഷ്മാണുക്കളുണ്ട്. വേറൊരു കാര്യം, അവർ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഈ സൂക്ഷ്മാണുക്കൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ഇപ്പോഴുള്ളതുപോലെ ആയിരിക്കില്ല, നോർമലായിരിക്കില്ല. ഒരു പുതിയ രോഗാണു വന്നാൽ അതിനെ നേരിടാനുള്ള പ്രാപ്തി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ടാവില്ല. പ്ലീസ് എക്സ്പ്ലെയിൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. വാട്ട് ആർ കോമൺ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്? ഒരു ചോദ്യമാണ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം പലപ്പോഴും ഈ ഇതര ചികിത്സക്കാർ പറയുക ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആക്കിയാൽ നമുക്ക് കിട്ടുക ഒരു രോഗാണുരഹിത ജീവിതം മാത്രമല്ല, ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ തന്നെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ശരീര കോശങ്ങൾ മോശമായി ഞാൻ നേരത്തെ പറഞ്ഞു, അത് പുറന്തള്ളുന്നത്, അത് ദഹിപ്പിക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റമാണ്, നമ്മുടെ ഫാഗോസൈറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നശിക്കാത്ത കോശങ്ങൾ, നമുക്ക് വേണ്ട കോശങ്ങൾ, അവയവങ്ങൾ ഒക്കെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം നശിപ്പിക്കാൻ തുടങ്ങിയാൽ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായി. പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും ഉണ്ട്. തൈറോയിഡ് സാധാരണ ബാധിക്കുന്നത് തൈറോയിഡ്, മുട്ടുകൾ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്. SLE, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും കുറേ അവയവങ്ങളെ ബാധിക്കുന്നുണ്ട്. കിഡ്നിയെ ബാധിക്കുന്ന കുറേ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുണ്ട്. ദഹനവ്യൂഹത്തെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്, എൻട്രോപ്പത്തീസ്. അപ്പോൾ പല ഇമ്മ്യൂൺ സിസ്റ്റം മാത്രമല്ല, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ വേറൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടും. അപ്പോൾ നമുക്ക് ഒരു സ്ട്രോങ് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാവുന്നതും അപകടകരമാണ്. എനി സ്റ്റഡി ഓൺ DNA സീക്വൻസിങ് ഫോർ ഫൈൻഡിങ് ദ ഡിസീസ്? ഏത് ഡിസീസാണ് എന്ന് മനസ്സിലായിട്ടില്ല. പലതും ഇപ്പോൾ ഞാൻ MBBS പഠിച്ച കാലത്ത് ഈ DNA സീക്വൻസിങ്ങും ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴെല്ലാം എല്ലാ അസുഖങ്ങളും മരുന്നുകളും എല്ലാം പഠനങ്ങൾ നടക്കുന്നതും ഒക്കെ DNA ലെവലിൽ, ജെനറ്റിക്സിൻ്റെ ലെവലിലാണ്. ഇമ്മ്യൂൺ സെൽസിൻ്റെയും അതിൻ്റെ റിസപ്റ്റേഴ്സും അതിൻ്റെ ഘടനകളും ഒക്കെ ഇന്നറിയാം. ക്യാൻ വി യൂസ് പ്ലാസ്മ തെറാപ്പി ലൈക്ക് വാക്സിനേഷൻ ഇൻ നോർമൽ പീപ്പിൾ? പ്ലാസ്മ തെറാപ്പി ആൻറ്റിബോഡീസാണ്. നമുക്ക് ഒരാളുടെ ദേഹത്തു നിന്ന് ആൻറ്റിബോഡീസ് വേറെ ആളുടെ ദേഹത്ത് മാറ്റുകയാണ്. അത് എന്താ പറയുക, അയാൾക്ക് ഒരാളെ മീൻ പഠിപ്പിക്കുന്നതും എനിക്കൊന്ന് RCയുടെ അനാലജി ചെയ്യാൻ തോന്നും. മീൻ കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. പ്ലാസ്മ തെറാപ്പി എന്ന് പറഞ്ഞാൽ മീൻ കൊടുക്കുന്നു,
അയാൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. വാക്സിനേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാളെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നു. ആ വ്യത്യാസമാണ് അത് രണ്ടും തമ്മിൽ. അപ്പോൾ നമ്മൾ പിന്നെ ഇയാൾ ഉണ്ടാക്കി വെച്ച ആൻറ്റിബോഡി ഡയറക്റ്റ് കൊടുക്കുന്നു. മറ്റേ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റിജനാണ് കുത്തിവെക്കുന്നത്. ഈ ഒന്നുകിൽ ഓർഗാനിസം അതുപോലെ കുത്തിവെക്കുക, അല്ലെങ്കിൽ ആൻറ്റിജനിക് ആയിട്ടുള്ള അതിലെ പ്രോട്ടീൻസോ വേറെ എന്തെങ്കിലും വസ്തുക്കളോ കുത്തിവെക്കുക. അപ്പോൾ അയാളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നു, മെമ്മറി സെൽസ് ഉണ്ടാക്കുന്നു, ഈ അസുഖത്തിനെതിരെ പോരാടാൻ തയ്യാറാകുന്നു. ഡസ് ദ ആൻറ്റിബോഡി സ്റ്റോർസ് ഓൺലി ബ്ലഡ് സെൽസ്? ഹൗ ദ സെൽസ് മെമ്മറൈസ് വെൻ ദ സെൽ ഡൈസ്? ഇത് വളരെ ഒരു രസകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആൻറ്റിബോഡി എന്ന് പറയുന്നത് ലോക്കും കീയും തമ്മിൽ പോലെയാണ്. ആൻറ്റിജൻ കീ ആണെന്ന് പറയാം, ആൻറ്റിബോഡി ലോക്കാണെന്ന് പറയാം. അപ്പോൾ ഒരു ആൻറ്റിജൻ, ഒരു രോഗാണു നമ്മളെ ദേഹത്ത് കയറുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രോട്ടീൻ, അതിന് കണക്കായിട്ടുള്ള ഒരു ലോക്ക് ഉണ്ടാക്കുകയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ ഏത് ആൻറ്റിജനാണ് വരാൻ പോകുന്നത്, അതിൻ്റെ ആൻറ്റിജൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, അതിന് വേണ്ട ലോക്ക് എങ്ങനത്തെയാണ് എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി നമ്മുടെ ശരീരത്തിന് അറിയാൻ പറ്റില്ല. ശരീരം എന്താ ചെയ്യുന്നത് വെച്ചാൽ, എല്ലാ കോമ്പിനേഷനിലും അങ്ങ് ലോക്ക് ഇറക്കുകയാണ്. ശരീരം ആദ്യം തന്നെ താക്കോലില്ലാതെ പൂട്ട് മാത്രം ഉണ്ടാക്കി വെക്കുന്നു. പല വിധത്തിലുള്ള മില്യൺസ് ഓഫ് പാറ്റേൺസിൽ ലോക്ക് ഉണ്ടാക്കി വെക്കുന്നു, ആൻറ്റിബോഡീസ് ഉണ്ടാക്കി വെക്കുന്നു. രോഗാണു കയറി വന്നാൽ ഇതിലേത് പൂട്ടാണ് ഈ കീക്ക് യോജ്യമായത് എന്ന് കണ്ട്, അപ്പോൾ ആ ഓരോ കോശങ്ങളും ഓരോ ഈ ആൻറ്റിബോഡി പ്രൊഡ്യൂസിങ് സെൽസും, ബി സെൽസ് എന്ന് പറയാം, അതും ഓരോ കോമ്പിനേഷനിലുള്ള ലോക്ക് ആൻറ്റിബോഡി തയ്യാറാക്കാൻ ശേഷിയുള്ളതാണ്. അപ്പോൾ ഏത് ആൻറ്റിബോഡിയാണ് ഇതിന് കറക്റ്റായി യോജിക്കുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിൽ ഈ ആൻറ്റിജൻ കൊള്ളുമ്പോൾ ആ സെല്ല് അത് റെക്കഗ്നൈസ് ചെയ്ത് ആ സെല്ല് പെട്ടെന്ന് പെരുകാൻ തുടങ്ങുന്നു. ക്ലോണൽ എക്സ്പാൻഷൻ എന്ന് പറയും. പെട്ടെന്ന് ആ സെല്ല് മാത്രം അതിൻ്റെ അനേകായിരം മില്യൺസ് ഓഫ് കോപ്പീസ് പെട്ടെന്ന് ഉണ്ടാകുന്നു. അതിലെ കുറച്ച് സെൽസ് മെമ്മറി സെൽസായി തീരുന്നു. അത് നമ്മുടെ ശരീരത്തിൽ കുറേ കാലം, സാധാരണ ഈ ബി സെൽസ് കുറച്ച് കാലം മാത്രം ഉണ്ടാകുമ്പോൾ മെമ്മറി സെൽസ് അനേകം കൊല്ലങ്ങളോളം അത് നമ്മുടെ ശരീരത്തിൽ ബാക്കിയാവുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആർജിത ഇമ്മ്യൂൺ ശേഷി പിന്നീട് കൈവരുന്നത്. അപ്പോൾ ഈ അനേകായിരം ലോക്കുകൾ ഉണ്ടാക്കുന്നത് പല വിധത്തിലുള്ള DNA ഈ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്ന ആ DNA പല കോമ്പിനേഷനിലും തിരിച്ചും മറിച്ചൊക്കെ പ്രോട്ടീൻ ഉണ്ടാക്കിയാണ് അതിനൊരു പ്രത്യേക ഒരു വേർഡ് ഉണ്ട്, DNA ടേം എനിക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെയാണ് ഞാൻ ഇമ്മ്യൂൺ സിസ്റ്റവും പ്രഗ്നൻസിയും തമ്മിലുള്ള ഒരു രസകരമായ കാര്യമുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആ സ്ത്രീക്ക് ആ കുട്ടി അന്യമാണ്. ആ സ്ത്രീയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ആ ഗർഭം അവളുടേതല്ല, അതൊരു വേറൊരു സംഭവമാണ്, ശരീരത്തിന് അന്യമായൊരു വസ്തുവാണ്, അതിനെ അറ്റാക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ അങ്ങനെ വരാതിരിക്കാനായി നമ്മുടെ ഈ പ്രഗ്നൻസിയുടെയും സ്ത്രീയുടെയും അതിൻ്റെ ഇടയ്ക്ക് ഈ പ്ലാസൻ്റ വരും, കൊറിയോണിക് ടിഷ്യൂസ് വരും. അതിൽ നമ്മുടെ ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ സ്ത്രീയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആ കുട്ടിയുടെ കോശങ്ങൾ ഭാഗികമായി നിർവീര്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഇമ്മ്യൂണോ മോഡുലേറ്റ് ചെയ്യുകയാണ് ഗർഭത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞു ക്യാൻസറും ഇമ്മ്യൂൺ സിസ്റ്റവും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ക്യാൻസറുകൾ ഉണ്ടാകുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം അത് ഡിറ്റക്റ്റ് ചെയ്ത് അത് റിമൂവ് ചെയ്യാം.
അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കബളിപ്പിക്കുന്ന, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മറികടക്കുന്ന ക്യാൻസറുകൾ മാത്രമാണ് നമുക്ക് ക്യാൻസർ ആവുന്നത്. അതുപോലെ തന്നെ ഗർഭവും ആ അർത്ഥത്തിൽ ഒരു ക്യാൻസറാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കബളിപ്പിച്ച് മറഞ്ഞ് നിന്ന് വളരുകയാണ് ഒരു ഗർഭം. ഈ പ്രതിരോധം പലപ്പോഴും പൂർണ്ണമായ ഇതിൽ എത്തിയില്ലെങ്കിൽ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസും ഉണ്ടാവും. നമ്മൾ ഈ പ്രീ എക്ലാംപ്റ്റിക് ഡിസീസ് എന്ന് പറയും. ഗർഭിണിക്ക് BP കൂടുക, കുട്ടിക്ക് വളർച്ച കുറവ് വരിക എന്നൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് ഈ ഇമ്മ്യൂൺ സിസ്റ്റം മോഡുലേഷൻ ശരിയായ വിധത്തിൽ നടക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ക്യാൻ വി ട്രാൻസ്പ്ലാന്റ് B cells ടു എ നോർമൽ പേഴ്സൺ ഫ്രം പ്രീ ഇൻഫെക്റ്റഡ് കോവിഡ് പേഴ്സൺ ഫോർ പ്രിവെൻഷൻ? അത് നമ്മളെ എനിക്ക് തോന്നുന്നത് ആ B cells അങ്ങനെ ഒരു തെറാപ്പി ഉള്ളതായിട്ട് എനിക്കറിയില്ല. നമ്മളൊരു സെൽസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ വളരെ നമ്മളൊരു ട്രാൻസ്പ്ലാന്റേഷനാണത്. ഒരു ഓർഗാൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ അത്ര തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്. എല്ലാ സെൽസിനും നമുക്ക് നമ്മുടെ അങ്ങോട്ട് കൊടുക്കുന്ന വ്യക്തിക്ക് ഇത് അന്യമായി കണ്ടെത്തി അതിനെതിരെ പ്രവർത്തിക്കാനാണ് സാധ്യത. പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്. അതൊരു ജോയിൻറ്റ് മെയിൻലി ജോയിൻറ്റിനെ ബാധിക്കുന്ന അസുഖമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അത് കാലക്രമേണ കൂടിക്കൂടി വരും. പല ജോയിൻറ്റുകളെയും ബാധിക്കും. പല ജോയിൻറ്റുകളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. കൂടിക്കഴിയുമ്പോൾ മറ്റ് അവയവങ്ങളെയും കിഡ്നി പോലത്തെ അവയവങ്ങളെയും ബാധിച്ച് വല്ലാതെ ചിലർക്ക് വളരെ തീവ്രമായ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന അസുഖമാണ് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അത് തുടക്കത്തിൽ കണ്ടെത്തി ഈ ഇമ്മ്യൂൺ സപ്രസീവ് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്കത് അതിൻ്റെ ആ ഡിസീസിൻ്റെ ഇവല്യൂഷൻ നമുക്ക് വലിയൊരു തോതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ വിഷമങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, ഈ കിഡ്നി കോംപ്ലിക്കേഷൻസൊക്കെ തടയുവാനും അതിൻ്റെ തീവ്രത കുറക്കുവാനും നേരത്തെ ചികിത്സ കൊണ്ട് സാധിക്കും. അത് തുടക്കത്തിൽ മൈൽഡായിട്ടുള്ള ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സാണ് യൂസ് ചെയ്യുക. അത് അതിൻ്റെ ആവശ്യമനുസരിച്ച് കൂടുതൽ അഗ്രസീവായിട്ടുള്ള ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് കൊടുക്കുമ്പോൾ നമുക്ക് മറ്റുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പം ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് വളരെ ജുഡീഷ്യലായിട്ട് യൂസ് ചെയ്ത് അതിനെ നിയന്ത്രിക്കാം. HCQ ആർത്രൈറ്റിസിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നല്ലേ, അതെങ്ങനെയാണ് കോവിഡിൽ വർക്ക് ചെയ്യുന്നത്? ആർത്രൈറ്റിസിന് കോവിഡുമായി എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? നമ്മുടെ കൊറോണയെ പറ്റി പറയുകയാണെങ്കിൽ ഈ കൊറോണ ആദ്യമായിട്ട് വന്നത് 2002 അതിന് മുമ്പ് കഴിഞ്ഞ സ്പാനിഷ് ഫ്ലൂവിനെ പറ്റി എല്ലാവരും പറയുന്നുണ്ടല്ലോ, അതൊരു ഇൻഫ്ലുവൻസ വൈറസ് ആയിരുന്നു. അപ്പോൾ ഇൻഫ്ലുവൻസയിലും കൊറോണയിലൊക്കെ സംഭവിക്കുന്നത്, പല അസുഖങ്ങളിലും സംഭവിക്കുന്നത് നമ്മുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയാണ്. സൈറ്റോകൈൻ ഒരു ഓവർ റിയാക്ഷൻ, അഗ്രസീവ് ഇമ്മ്യൂൺ റിയാക്ഷനാണ് ശരിക്കും നമുക്ക് വിഷമമുണ്ടാക്കുന്നത് ഇത്തരം അസുഖങ്ങളിൽ. അപ്പോൾ ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ്, സ്റ്റീറോയിഡ്സ്, നമ്മുടെ HCQs ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ബെനിഫിഷ്യലാണെന്ന് പ്രൂവ് ചെയ്തിട്ടില്ല. നമ്മളെ ക്ലോറോക്യൂവിനെ പറ്റി, HCQവിനെ പറ്റി പഠനങ്ങളുണ്ട്. ഇപ്പോൾ പഠനങ്ങൾ വരുന്നുണ്ട്. ചൈനക്കാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ പല ഡോക്ടേഴ്സൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും, കൊറോണയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും പഠനങ്ങളിൽ കാണിക്കുന്നത്, ഇതുവരെ കാണിക്കുന്നത് കൊറോണയിൽ അത് അതിന് ബെനിഫിഷ്യൽ എഫക്റ്റ് ഇല്ല എന്നാണ്. ട്രംപ് അത് വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ അത് പഠനങ്ങളിൽ അങ്ങനെ ഒരു ബെനിഫിറ്റ് കണ്ടിട്ടില്ല. ഈസ് നാച്ചുറോപ്പത്തി ഡിസീസ് ക്യൂറബിൾ? വാട്ട് കൈൻഡ് ഓഫ് മെഡിക്കേഷൻ ക്യാൻ
നമ്മൾ മെഡിസിനുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് മെഡിസിൻ അല്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ഹോമിയോപ്പതി, നാച്ചുറോപ്പതി എന്നൊക്കെ പറയുന്നത് ഏതൊരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റവും നമ്മൾ പ്രൂവ് ചെയ്താലേ മെഡിസിൻ ആവും. പഠനങ്ങളിൽ അതിന് നമുക്ക് രോഗം ചികിത്സിക്കാനോ രോഗം പ്രതിരോധിക്കാനോ ഒന്നും കഴിവില്ല എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു മെഡിസിനായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റില്ല. സിസേറിയൻ മനുഷ്യനിൽ കൂടുന്നത് ഭാവിയിൽ കുട്ടിയുടെ തല പരിണാമപരമായി വലുതാവുന്നുണ്ടോ? പിന്നെ തിരിച്ചും ഒരു ഇതാണ്, മനുഷ്യരിൽ തല സ്ത്രീയുടെ ഇടുപ്പുമായിട്ട് കമ്പയർ ചെയ്താൽ മനുഷ്യ കുട്ടികളുടെ തല വലുതാണ്. മറ്റുള്ള ജീവികൾ എളുപ്പത്തിൽ പ്രസവിക്കുമ്പോൾ മനുഷ്യൻ്റെ പ്രസവം വിഷമമാക്കുന്നത് നമ്മുടെ തലയുടെ വലിപ്പമാണ്. സിസേറിയൻ കൂടുന്നത് ചിലപ്പോൾ തലയെ ബാധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ സൂക്ഷ്മജീവികൾ, നമുക്ക് വേണ്ട സൂക്ഷ്മജീവികൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ അമ്മമാരിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ബർത്ത് പ്രോസസ്സിൽ തന്നെ സ്ത്രീയുടെ ആ വെജൈനയിൽ നിന്ന് തന്നെ പിന്നെ ആ കുട്ടിക്ക് കുറേ മൈക്രോബ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ സിസേറിയൻ കഴിഞ്ഞ കുട്ടിക്ക് ഈ മൈക്രോബ്സും കിട്ടുന്നില്ല. അതിൻ്റെ ഒരു വേറൊരു വശം. നമ്മുടെ ശരീരത്തിലുള്ള മൈക്രോബ്സിനെ മൈക്രോബയോം എന്ന് പറയും. നമ്മൾ ജീനോം എപ്പിജീനോം എന്ന് പറയുന്ന പോലെ തന്നെ മൈക്രോബയോം എന്ന് പറയും. കൈറോപ്രാക്റ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ആർ സയൻറ്റിഫിക് ഓർ നോട്ട്? പിന്നെ ഇത്തരം ചോദ്യങ്ങൾക്ക് നല്ലൊരു നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ഒരു പുസ്തകമാണ് പിന്നെ ട്രിക്ക് ഓർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കണം എല്ലാവരും. അപ്പോൾ മോഡേൺ വാട്ട് ഈസ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, വാട്ട് ഈസ് സയൻറ്റിഫിക് മെഡിസിൻ, എന്തുകൊണ്ടാണ് മെഡിസിൻ എങ്ങനെയാണ് സയൻറ്റിഫിക് ആവുന്നത്, അതുപോലെ ഈ ഇതര ചികിത്സ വ്യവസ്ഥകൾ എന്തുകൊണ്ടാണ് അൺസയൻറ്റിഫിക് ആവുന്നത്, അതിനെപ്പറ്റി എന്തൊക്കെ സയൻറ്റിഫിക് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്, ഈ വ്യവസ്ഥയെപ്പറ്റി, പിന്നെ ഹോമിയോപ്പതി, നമ്മളെ അക്യുപങ്ക്ചർ, ഹെർബൽ ട്രീറ്റ്മെൻറ്റ്, എല്ലാത്തിനെ പറ്റി അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. വളരെ നല്ലൊരു പുസ്തകമാണത്. ഏജ് കൂടുമ്പോൾ പ്രതിരോധ ശക്തി കൂടുമോ കുറയോ? നമ്മുടെ പ്രതിരോധ ശക്തിക്ക് അങ്ങനെ ഒരു സെറ്റിംഗ് ഇല്ല. നമുക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഗർഭിണിയുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി നമ്മളെ കുട്ടി ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ കുട്ടി മോഡുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗർഭിണികൾക്ക് ചില അസുഖങ്ങൾക്ക് പ്രതിരോധ ശക്തി കൂടും, ചില അസുഖങ്ങൾക്ക് പ്രതിരോധ ശക്തി കുറയും. ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് തീവ്രമാവും, കൂടുതൽ സിവിയർ ആവും. ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കുറയും, അവർക്കുള്ള വിഷമങ്ങൾ, വേദനകൾ എല്ലാം കുറയും. അപ്പോൾ അവിടെ ആ സ്ത്രീയുടെ പ്രതിരോധ ശക്തി കൂടിയെന്നോ കുറഞ്ഞോ എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫൈൻ ബാലൻസ് ആണ്. ഈ പ്രതിരോധ ശക്തി കൂടിയെന്നോ കുറഞ്ഞു എന്നോ ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യ സമ്പന്നമായോ ദരിദ്രമായോ എന്ന് നമുക്ക് പറയുക എളുപ്പമല്ല. അതുപോലെ ചിലർ സമ്പന്നരാകുന്നു, ചിലർ ദരിദ്രരാകുന്നു. അതുപോലെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂടിയെന്നോ കുറഞ്ഞോ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു ആവറേജ് പറയുകയാണെങ്കിൽ വളരെ ഏജ് കൂടുമ്പോൾ പ്രതിരോധ ശക്തി കുറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എയ്ഡ്സിൽ പ്രതിരോധ ശക്തി കുറയുന്നുണ്ട്. അതുപോലെ നമുക്ക് ചില ജനറലൈസേഷൻ സാധ്യമാണ്, പക്ഷേ എല്ലാം അങ്ങനെ ഒരു സെറ്റിംഗ് ആയിട്ട് പറയാനും പറ്റില്ല. എനിക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാരണം കാൽമുട്ട് വേദന ഉണ്ടായിരുന്നു. റീജോയിൻറ്റ് ന്യൂട്രീഷൻ ടാബ്ലറ്റ് കഴിച്ച് മാറി. ഇനി ചികിത്സ ഞാൻ അസ്ഥിരോഗ വിദഗ്ധനല്ല. ഇത് ഒരു ശാസ്ത്രീയമായ മരുന്നാണോ എന്ന് തന്നെയാണ് എനിക്കറിയില്ല. പിന്നെ എന്തായാലും ഒരു അസ്ഥിരോഗ വിദഗ്ധനെ കാണിച്ച് വേണ്ടത് ചെയ്യുന്നതാണ് നല്ലത്. ഓസ്റ്റിയോ ആർത്രൈറ്റിസും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഒക്കെ കൂടും കുറയും ചെയ്യുന്ന അസുഖമാണ്. വീണ്ടും കൂടാനും പിന്നീട് സാധ്യതയുണ്ട്. BCG വാക്സിനേഷനൊക്കെ ഓൾറെഡി ഇന്ത്യക്കാർ എടുത്തിട്ടുള്ളത് കൊണ്ടാണോ ഇവിടെ മരണനിരക്ക് കുറവ്, പ്രത്യേകിച്ച് കേരളത്തിൽ? അതും പറയാൻ പറ്റില്ല. നമുക്ക് ഈ വന്നപാടെ ഈ HCQ-വിനെ പറ്റിയും BCG വാക്സിനേഷനെ പറ്റിയും ചൂടിനെ പറ്റിയും ഒക്കെ വലിയ ബഹളമായിരുന്നു. ഇപ്പോഴാരും BCG വാക്സിനെ കുറിച്ച് പറയുന്നതില്ല. HCQ-വിനെ പറ്റിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്.
അതിന് വലിയൊരു എഫക്റ്റ് കാണുന്നില്ല. ഈ BCG വാക്സിനേഷൻ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ടോ? നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവാം. പിന്നെ ഒന്ന് നമ്മുടെ കാലാവസ്ഥ, പിന്നെ ചില ജനങ്ങളിൽ ചില റേസസിൽ ഡിഫറൻസ് ഉണ്ടാവാം. ഈ വൈറസിന് ചില പിന്നെ ചൈനക്കാരെയോ വെള്ളക്കാരെയോ കൂടുതൽ തീവ്രമായിട്ടുള്ള അസുഖം ഉണ്ടാക്കാനുള്ള കഴിവ്, അതുപോലെ ഈ നമ്മുടെ റേസിൽ ചിലപ്പോൾ അതിൻ്റെ തീവ്രത കുറവും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആവാം, നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ ആവാം, നമ്മുടെ ശരീര ഭാരത്തിൻ്റെ ആവാം. വെള്ളക്കാർ പൊതുവെ ഭാരം കൂടിയവരാണ്. പലതും നമ്മുടെ ഭക്ഷണത്തിൻ്റെയോ എന്തെങ്കിലും എൻവയൺമെൻറ്റ് ചൂടിൻ്റെയോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടും ആവാം. നമ്മുടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ നമുക്ക് ധാരാളം വരുന്നുണ്ട്, അതും ആവാം. നമുക്ക് ഇതുപോലുള്ള വൈറസുകൾ നമ്മളിവിടെ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, വലിയൊരു അസുഖം ഉണ്ടാക്കാത്ത ഇതേപോലുള്ള വൈറസ് ഇവിടെ മുമ്പ് വന്നു പോയിട്ടുണ്ടാവാം. അതും നമുക്ക് പ്രതിരോധ ശക്തി തരുന്നുണ്ടാവാം. ഇതൊക്കെ സാധ്യതകളാണ്. ഇനിയും നമുക്കത് പിന്നെ നന്നായി നമ്മളത് നേരിടുന്നുണ്ടെന്നോ അതോ നമുക്കത് അതിൻ്റെ പിന്നെ ത്രെട്ട് ഇല്ലാതായി എന്നോ അമേരിക്കയിലോ ഇറ്റലിയിലോ നടന്നതുപോലെ വലിയൊരു പിന്നെ മോർട്ടാലിറ്റി ഇവിടെ നടക്കില്ല എന്നോ പറയാൻ പറ്റില്ല. നമുക്ക് അത് ഇനിയൊന്നും പിന്നെ അസന്നിഗ്ധമായി പറയാൻ പറ്റാത്ത ഒരു ഇടയ്ക്കുള്ള ഒരു സ്റ്റേജിലാണ് നമ്മൾ കഴിയുന്നത്. ക്യൂബ കോവിഡ് ബാധിതങ്ങൾ അവരുടെ മെഡിക്കൽ ടീമിനെ അയക്കുന്നതായി വാർത്തകൾ കാണുന്നു. ക്യൂബ പോലുള്ള രാജ്യത്തിന് അത്ര നല്ല മെഡിക്കൽ സിസ്റ്റം ഉണ്ടോ? ക്യൂബയെക്കുറിച്ച് എനിക്ക് വായിച്ചപ്പോഴറിയാൻ പറ്റിയത് അവരെ മെഡിക്കൽ ഡോക്ടേഴ്സിനെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ കൊറോണയുടെ കാലത്ത് മാത്രമല്ല മറ്റ് സമയത്തും അവരുടെ ഡോക്ടേഴ്സിനെ മറ്റു രാജ്യങ്ങളിൽ പണിയെടുക്കാൻ അയക്കുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ 25% ഡോക്ടേഴ്സിന് കൊടുക്കും, 75% ഗവൺമെൻറ് എടുക്കും. പിന്നെ അവർക്ക് ആ ഡോക്ടേഴ്സിന് അവിടെ വളരെ പിന്നെ വിഷമം പിടിച്ച അവസ്ഥകളിൽ അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോഴൊരു മാൻ പവറായിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ കയറ്റി അയക്കാനുള്ള മാൻ പവറായിട്ട് അവർ ഡോക്ടേഴ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. അത് കൊറോണ വന്നപ്പോഴും അവർ ചെയ്തു, അത്രയേ ഉള്ളൂ. ഹൗ ഡു യു ഇൻറ്റർപ്രറ്റ് ഓൺ ലുക്കിംഗ് the mathematical model of COVID? What is the trend of graph and what would be anticipatory number? അതും നമുക്ക് ഈ കോവിഡ് എത്ര കാലം നീണ്ടു നിൽക്കും, എത്ര കാലം കൊണ്ട് അത് കുറയും, എത്ര കാലം കൊണ്ട് ഹേർഡ് ഇമ്മ്യൂണിറ്റി വരും എന്നുള്ള എല്ലാ മാത്തമാറ്റിക്കൽ മോഡൽസും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കതൊരു പിന്നെ എത്രമാത്രം ശരിയാണ് എന്ന് പറയാൻ സമയമായിട്ടില്ല. ഇതിനെ നേരിടുന്നതിൻ്റെ വലിയൊരു ഭാഗം തന്നെയാണ് ഈ മാത്തമാറ്റിക്കൽ മോഡലിങ്ങും പ്രഡിക്ഷൻസും അതിനനുസരിച്ചുള്ള പബ്ലിക് ഹെൽത്ത് ഡിസിഷൻസും. നമുക്ക് ലോക്ക്ഡൗൺ വേണോ, ഏത് തരത്തിലുള്ള ലോക്ക്ഡൗൺ വേണം, പിന്നെ അങ്ങനെയുള്ള ഡിസിഷൻസും ഒക്കെ ഈ മാത്തമാറ്റിക്കൽ മോഡലിങ്ങിലും പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസിലൊക്കെ ബേസ്ഡ് ആണ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് സൈക്കാട്രി? ചോദ്യം മനസ്സിലായിട്ടില്ല. അത് ഇമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ബന്ധം എനിക്ക് മനസ്സിലായിട്ടില്ല. ഷിനു, കൊച്ചുകുട്ടികൾക്ക് പെട്ടെന്ന് പനി വരുന്നത് മുതിർന്നവരെക്കാൾ കൂടുതൽ അല്ലേ? അപ്പോൾ പ്രതിരോധം കൂടുന്നു എന്ന് അനുമാനം അല്ലേ? ഞാൻ ഇന്നൊരു വാട്സാപ്പ് വോയിസ് ക്ലിപ്പ് ഒരു ഡോക്ടറുടെ തന്നെയാണ്, എനിക്കറിയുന്ന ഒരു ഡോക്ടർ തന്നെയാണ് കേട്ടത്. പിന്നെ നമുക്ക് വൈറൽ അസുഖങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ടെമ്പറേച്ചർ കൂടും, നമുക്ക് പനി ഉണ്ടാകുന്നു. അപ്പോൾ പനി ഉണ്ടാകുന്നത് ഈ വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആ പനി കൊണ്ട് നമ്മുടെ ശരീരം ഈ വൈറസിനെ നേരിടുന്നു, വൈറസുകൾ ചത്തുപോകുന്നു, പിന്നെ പനി കുറയുന്നു. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ വൈറസിനെ ഇല്ലാതാക്കുന്നു. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ആവാൻ കുറച്ച് സമയമെടുക്കും, കുറച്ച് ദിവസങ്ങളെടുക്കും. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ വൈറസിനെ നേരിടാൻ നമ്മൾ ചൂടുവെള്ളം കുടിക്കണം. അങ്ങനെ ഈ വൈറസിനെ നമുക്ക് നേരിടാൻ എന്നുള്ള ഒരു ഡോക്ടറുടെ തന്നെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഈ പനി നമ്മൾ സാധാരണ അസുഖമായി കാണുന്നത്, എല്ലാ അസുഖങ്ങളും നമ്മൾ അസുഖമായി കാണുന്നത് ഈ വൈറസോ ബാക്ടീരിയോ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ല. ഇവ വരുമ്പോൾ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ആണ്
നമ്മൾ ഈ പനിയായിട്ടും നമുക്കുണ്ടാകുന്ന ഓരോ വിഷമങ്ങളും, ക്ഷീണം, വിശപ്പില്ലായ്മ, പനി എന്ന് പറയുന്നത് ചൂട് മാത്രമല്ല, നമുക്ക് ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പനി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാക്കുന്നതാണ്. അത് പിന്നെ ബാക്ടീരിയ കൊല്ലാനോ വൈറസിനെ കൊല്ലാനോ അല്ല. അങ്ങനെ ഒരു നമ്മളെ ടെമ്പറേച്ചർ 2-3 ഡിഗ്രി കൂടുമ്പോഴേക്ക് അവർ മരിച്ചു പോവുമെങ്കിൽ അതിൽ ഈ ടെമ്പറേച്ചറിന് കൂടുതൽ സെൻസിറ്റീവ് അല്ലാത്ത ഓർഗാനിസംസ് ഇവോൾവ് ചെയ്യുകയും നമ്മുടെ പനിയെ അവർ എഫക്റ്റീവായി നേടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അത്ര സിമ്പിളായിട്ട് നമ്മളെ ചൂടാക്കിയിട്ട് ഇതിനെ നേടാൻ പറ്റില്ല. പിന്നെ ഈ പനി ഉണ്ടാവുന്നത് നമ്മളെ ഒന്ന് അടക്കിയിരുത്താനാണ്. ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളതിനെ നേരിടുന്നുണ്ട്. നീ അവിടെ കുറച്ച് കാലം അടങ്ങിയിരിക്കുക, നീ പിന്നെ ചൈനയിൽ പോയിട്ട് ഈ കൊറോണയൊക്കെ കൊണ്ടുവന്നു, ഇനി നീ വേറൊരു സ്ഥലത്ത് പോയി വേറെ അസുഖം ഉണ്ടാക്കണ്ട, ഓടി നടക്കണ്ട, വേണ്ടാത്ത ഭക്ഷണം കഴിക്കണ്ട എന്നൊക്കെ ഉള്ള നമ്മളെ ഒരു അടക്കി ഇരുത്തുക. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ ദഹന വ്യൂഹത്തിലേക്ക് വലിയൊരു ശതമാനം നമ്മുടെ രക്തഓട്ടം പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഊർജം അത് ദഹിപ്പിക്കാനായി ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ കുറച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജ വിനിയോഗം മൊത്തമായി ഈ ഇൻഫെക്ഷൻ നേരിടാൻ ഉപയോഗിക്കാനാണ് നമുക്ക് പനി ഉണ്ടാക്കുന്നത്. നമ്മൾ പലപ്പോഴും പാരസിറ്റമോൾ, നമ്മളിപ്പോൾ ഈ കൊറോണയ്ക്ക് കൊടുക്കുന്നതും പാരസിറ്റമോളാണ്. പാരസിറ്റമോൾ ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്രസ് ചെയ്യുക നമ്മളൊരു അസുഖത്തിനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. നമ്മൾ ഒരു അസുഖത്തിനെ പാരസിറ്റമോൾ കൊണ്ട് മാത്രം നേരിടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നിർവീര്യമാക്കി ആ രോഗാണുവിന് നമ്മൾ കൂടുതൽ ഹെൽപ്പാണ് ചെയ്യുന്നത്. അതിന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പിന്നെ നേരിടാനുള്ള വിഷമം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ അതിൻ്റെ കൂടെ മാത്രമേ പാരസിറ്റമോൾ കൊടുക്കാവൂ. ചിലപ്പോൾ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമുക്ക് ആ രോഗാണുവിനേക്കാളും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പാരസിറ്റമോളോ ഇമ്മ്യൂൺ സപ്രസീവ് വേറെ സ്റ്റിറോയിഡ്സോ ഡ്രഗ്സ് ഉപയോഗിക്കുക വഴി നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഈ നമ്മൾ കൊച്ചിൻ ഹനീഫയുടെ ക്യാരക്ടറൊക്കെ പോലെ നമ്മൾ ഓവർ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള അതിൻ്റെ അപ്രോച്ച് കുറച്ച് നമുക്കുള്ള വിഷമങ്ങളും പനിയും ഒക്കെ കുറച്ച് നമ്മളെ അസുഖം എന്ന് പറയുന്ന കാര്യം നമുക്ക് കുറയ്ക്കാനും പറ്റും. അപ്പോൾ കൊച്ചുകുട്ടികളെ കാര്യം പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്കും പിന്നെ മുതിർന്നവർക്കും എല്ലാം വ്യത്യാസമുണ്ട്. ചില അസുഖങ്ങൾ കൊച്ചുകുട്ടികളിൽ കൂടുതൽ തീവ്രമാണ്, ചില അസുഖങ്ങൾ കൊച്ചുകുട്ടികളിൽ മൈൽഡാണ്. അപ്പോൾ അവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആണെന്നോ വീക്കാണെന്നോ അങ്ങനെ പറയാൻ പറ്റില്ല. മുതിർന്നവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. പുതുതായി കൊറോണ ബാധിതനായ ഒരാൾ എപ്പോൾ മുതലാണ് ആൻറ്റിബോഡി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്? പിന്നീട് കൊറോണ വന്നാൽ ചികിത്സ ആവശ്യമാണോ? അതും നമുക്ക് 100% പറയാൻ പറ്റാത്തതാണ്. സാധാരണ 1-2 ആഴ്ച എടുക്കും ഈ ആൻറ്റിബോഡി ഉണ്ടായി വരാൻ. പിന്നെ ആ ആൻറ്റിബോഡീസും പല വിധത്തിലുണ്ട്. സാധാരണ നമ്മൾ പറയുന്ന ക്ലാസ്സസ് IgG, IgM, IgE. നമ്മൾ സാധാരണ ഒരു വൈറസിനെ നേരിടാൻ IgG, IgM ആൻറ്റിബോഡീസ് വെച്ചാണ്. IgG ആദ്യം ഉണ്ടാകുന്നു, IgM രണ്ടാമത് ഉണ്ടാകുകയാണെങ്കിൽ അത് പെട്ടെന്ന് നിൽക്കും. IgG ദീർഘകാലം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കും. അത് നമുക്ക് ദീർഘകാല ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിത്തരും. അപ്പോൾ കൊറോണയുടെ കാര്യത്തിൽ നമുക്ക് എത്ര കാലം ഇമ്മ്യൂണിറ്റി കിട്ടുമെന്ന് നമുക്ക് പറയാനായിട്ടുള്ള കാരണം ഇതൊരു പുതിയ അസുഖമാണ്. പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലും കൊറോണ എന്താവുമെന്ന് വെച്ചാൽ കൊറോണ ഇവോൾവ് ആയിട്ട് കൊറോണയുടെ ആൻറ്റിജൻസ് മാറിയാൽ നമ്മൾ ഉണ്ടായ ഇമ്മ്യൂണിറ്റി നമുക്ക് ആ മാറിയ കൊറോണ വൈറസിന് നമുക്ക് നേടാൻ പറ്റില്ല, പ്രാപ്തമാവില്ല. ഇൻഫ്ലുവൻസയുടെ കാര്യത്തിൽ അതാണ് നടക്കുന്നത്. ഓരോ കൊല്ലം അവർ പുതിയ ആൻറ്റിജനുമായിട്ട് വരികയാണ്, അതിൻ്റെ ഷേപ്പ് മാറുകയാണ്. അപ്പോൾ ഈ ഫ്ലൂ വൈറസ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഓരോ കൊല്ലവും, ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഓരോ കൊല്ലവും അവർ ഫ്ലൂ ഷോട്ട് കൊടുക്കുന്നുണ്ട്, ഫ്ലൂവിന് വാക്സിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കാരണം നമുക്ക് ആ ഒരു വാക്സിൻ്റെ ശേഷി ഒരു കൊല്ലം മാത്രം നിൽക്കുന്നത് കൊണ്ടായിരിക്കില്ല, അല്ല, അടുത്ത കൊല്ലം പുതിയൊരു വൈറസ് എന്ന് വെച്ചാൽ പുതിയ ആൻറ്റിജനും വഹിച്ചുകൊണ്ടുള്ള ഇൻഫ്ലുവൻസ വൈറസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം എടുത്ത വാക്സിൻ അടുത്ത കൊല്ലത്തേക്ക് മതിയാവില്ല. അവിടെ പുതിയ ആൻറ്റിജനെ നേരിടാനുള്ള വാക്സിൻ വേണം. അതിൽ തന്നെ നമുക്ക് പിന്നെ ഇതിൻ്റെ ഈ ആൻറ്റിജൻ്റെ മാറാത്ത ഭാഗമുണ്ട്. ഈ ഇൻഫ്ലുവൻസ ആൻറ്റിജൻ്റെ എല്ലാ കൊല്ലവും മാറുന്ന ഭാഗമുണ്ട്,
അത് ഒരു കൂൺ ഷേപ്പിലാണ്. ആ കൂൺ ഷേപ്പിൻ്റെ പുറത്ത് പിന്നെ മാറുന്ന ഭാഗം സ്ഥിരമായി ഒരേ പോലെയുള്ള ഭാഗം അതിൻ്റെ താഴെ ആ കൂണിൻ്റെ ആ സ്റ്റോക്ക് ഭാഗത്താണ്. അപ്പോൾ അതിനെതിരെയുള്ള വാക്സിൻ ഡെവലപ്പ് ചെയ്താൽ ഈ കൊല്ലമുള്ള പിന്നെ ഫ്ലൂ ഷോട്ട് ഒഴിവാക്കി സ്ഥിരമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ടും അത് ഇൻഫ്ലുവൻസയുടെ കാര്യത്തിൽ, നമ്മളെ ഈ കൊറോണയുടെ കാര്യത്തിൽ 2002 സാർസ് കൊറോണ വന്നു. സാർസ് കൊറോണ എപ്പിഡമിക് ഉണ്ടായി. അന്ന് കുറേ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു. പിന്നെ ചൈനയിലും ഹോങ്കോങ്ങിലും കാനഡയിലും അത് പടർന്നു പിടിച്ചു. ആളുകൾ ഭയചകിതരായി, വാക്സിൻ വേണമെന്ന് പറഞ്ഞു, ലോക്ക്ഡൗൺ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്ക് ഇതൊക്കെ കെട്ടടങ്ങി, എല്ലാം നേരെയായി, സാധാരണ വിധത്തിലായി. അപ്പോൾ വാക്സിന് വേണ്ടിയിട്ടുള്ള പിന്നെ ആവശ്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ കുറഞ്ഞു. ആ വാക്സിൻ ഉണ്ടായില്ല. അന്ന് ആ വാക്സിൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ കൊറോണക്കെതിരെ, ഇന്നത്തെ കൊറോണക്കെതിരെ അത് മിക്കവാറും ഒരു 50-60% നമുക്ക് പ്രതിരോധം തരുമായിരുന്നു. അത് കൊടുത്ത കുറേ ആൾക്കാർക്ക്, ഒരു 50-60% ആൾക്കാർക്കെങ്കിലും ഒരു തീവ്രത വളരെ കുറഞ്ഞ ഇൻഫെക്ഷനെ ഉണ്ടാവും, ഇമ്മ്യൂണിറ്റി ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊരു എപ്പിഡമിക്കോ പാൻഡമിക്കോ ഒന്നും ആവാതെ ഒരു ചെറിയ ലെവലിലുള്ള ഇൻഫെക്ഷനായി തീരുമായിരുന്നു ഇന്നത്തെ ഈ മാരകമായ ഈ കൊറോണ. പക്ഷെ അന്ന് അതുണ്ടായില്ല. അത് ഈ രണ്ട് കാര്യങ്ങൾ, ഈ ഇൻഫ്ലുവൻസ വാക്സിൻ, ഈ കൊല്ലം വേണ്ടാത്ത സ്ഥിരമായി ഇമ്മ്യൂണിറ്റി തരുന്ന വാക്സിനും ഈ കൊറോണ വൈറസ് വാക്സിൻ അന്ന് ഉണ്ടാക്കാത്തതിനും കാരണം പിന്നെ ദുഃഖകരമായി പറയട്ടെ, അത് ഫൈനാൻഷ്യലും പൊളിറ്റിക്കലൊക്കെയാണ്. ഈ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നത് കമ്പനികളാണ്. അപ്പോൾ ഈ വാക്സിൻ പല ഫേസ് ട്രയൽസ് ഉണ്ട്. ഫേസ് 1, ഫേസ് 2 ട്രയൽസ് വേഗം കഴിയും, ചെറിയ ട്രയൽസ് ആയിരിക്കും. ഫേസ് 3 ട്രയൽസാണ് വളരെ ഫൈനാൻഷ്യലി ആയിട്ടുള്ള വളരെ ഭീമമായ സംഖ്യ വേണ്ടി വരുന്ന ട്രയൽ. അത് കുറേ കാലം എടുക്കും. അപ്പോൾ അത് പ്രോസ്പെക്റ്റീവ് റാൻഡമൈസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് വാക്സിനും കുത്തിവെക്കും വലിയൊരു വിഭാഗം ആളുകളിൽ. അത്ര തന്നെ വേറെ വിഭാഗം ആളുകളിൽ പ്ലാസിബോ ഇഞ്ചക്ഷനും കുത്തിവെക്കും. എന്നിട്ട് വെയിറ്റ് ചെയ്യും ഏത് വിഭാഗത്തിനാണ് കൂടുതൽ പിന്നെ ഈ ഇൻഫെക്ഷൻ വരുന്നത് എന്ന് വെയിറ്റ്. അത് അത്രയും കാലം വെയിറ്റ് ചെയ്യണം. നമ്മൾ കൊറോണ ഇപ്പോൾ ഇഞ്ചക്ഷൻ വെച്ച് ഒരു 6 മാസമോ ഒരു കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്ത് ഈ രണ്ടിലും സ്റ്റാറ്റിസ്റ്റിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഓഫ് റേറ്റ് ഓഫ് ഇൻഫെക്ഷൻ കാണുകയാണെങ്കിൽ നമുക്ക് ആ വാക്സിൻ സക്സസ്ഫുൾ ആയി എന്ന് പറയാം. അപ്പോൾ അത്രയും കാലം ഇവരെ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെയുള്ള ചിലവ് വളരെ ഭീമമാണ്. ഏകദേശം $1 ബില്യൺ അത് വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ കൊറോണയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം ഭയങ്കര ഒരു പ്രശ്നമാണെങ്കിലും ഇവർ ഇത്രയൊക്കെ വലിയ 1, 2, 10 ബില്യൺ ചിലവാക്കി ഒരു 1, 2 കൊല്ലം കൊണ്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഹേർഡ് ഇമ്മ്യൂണിറ്റി വഴിയോ വേറെ ഏതെങ്കിലും വഴിയോ ഈ എപ്പിഡമിക് തീർന്നാൽ പിന്നെ ആരും ആ വാക്സിൻ എടുക്കാൻ പോവില്ല. ആ കമ്പനി ആകെ അടച്ചു പൂട്ടേണ്ട അവസ്ഥയിലെത്തും. ഈ ഫേസ് 3 ട്രയൽ വാലി ഓഫ് ഡെത്ത് എന്നാണ് പറയുക. ഈ വാക്സിൻസിൻ്റെ വാലി ഓഫ് ഡെത്ത് അതുവരെ ഡെവലപ്പ് ചെയ്ത് അവിടെ എല്ലാ വാക്സിനുകളും മൃതിയടയുകയാണ്. അത് പിന്നെ അത് ഉപയോഗത്തിൽ വരാതെ പിന്നീടുള്ള പുരോഗതിക്ക് അവിടെ നിൽക്കുകയാണ്. വാലി ഓഫ് ഡെത്താണ് വാക്സിൻസിൻ്റെ ഈ ഫേസ് 3 ട്രയൽസ്. അപ്പോൾ ഈ പിന്നെ ഫൈനാൻഷ്യൽ വയബിലിറ്റിയാണ് അതിന് കാരണം. അപ്പോൾ അതിനൊരു പിന്നെ ഒരു പ്രതിവിധി എന്ന് പറയുക പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് മാത്രം. ഗവൺമെൻറ്റ്സ് ഇടപെട്ട്, WHO പല ഗവൺമെൻറ്റ്സും ഇടപെട്ട് അതിനൊക്കെ ഉള്ള ശ്രമങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ കൊറോണയോ ഇൻഫ്ലുവൻസയോ പിന്നെ വേറെ വൈറസസ് ഉണ്ട്, സിക്ക, യെല്ലോ ഫീവർ, ഇബോള, ഇതിനൊക്കെ എതിരെയുള്ള വാക്സിൻസ് നേരത്തെ ഉണ്ടാക്കി വെച്ച് നമുക്ക് 100% അല്ലെങ്കിൽ ഒരു പുതിയ വൈറസ് വരുമ്പോൾ, ഇപ്പോൾ ഇത് നോവൽ കൊറോണ എന്ന് പറയും, പഴയ കൊറോണ വേറെ, ഇപ്പോൾ ഈ കൊറോണ വേറെ. പഴയ കൊറോണക്ക് വാക്സിൻ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ 100% പ്രതിരോധ ശക്തി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ചെറിയൊരു പ്രതിരോധ ശക്തി തന്നാൽ തന്നെ നമ്മുടെ ഈ പാൻഡമിക്കിൻ്റെ ശക്തി വളരെയധികം കുറക്കാനും തീവ്രത വളരെയധികം കുറക്കാനും നമ്മളെ നഷ്ടം കുറക്കാനും പറ്റും.
ചൈന കൊറോണ സ്പ്രെഡ് ചെയ്യാത്ത എന്താ, ചൈനയിൽ കൊറോണ സ്പ്രെഡ് ആവാത്തത് എന്തുകൊണ്ടാണെന്നായിരിക്കും. ചൈനക്കാർ രസകരമായ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ചൈന എല്ലാം ലോക്ക്ഡൗൺ ചെയ്തു. വേറൊരു കാര്യം, അവരുടെ സിറ്റിസൺസിനെ കംപ്ലീറ്റ് ട്രാക്ക് ചെയ്യാണ് മൊബൈൽ ഫോണിലൂടെ. ഇപ്പം ഞാൻ ഇന്ന് ആരെയൊക്കെ കണ്ടു, ആരൊക്കെ ആയിട്ട് ഞാൻ സമ്പർക്കം ആരുടെയൊക്കെ അടുത്ത് പോയി, എത്ര അടുത്ത് പോയി ഒക്കെയുള്ള ഡാറ്റ അവർ ബിഗ് ഡാറ്റ അനാലിസിസ് വഴി നമ്മുടെ ഫോണൊക്കെ ചൈനക്കാരുടെ എല്ലാ ഫോൺസും അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ചൈനയിൽ മൊത്തം നേരത്തെ തന്നെ ഈ കൊറോണയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ ഈ ക്യാമറകളുണ്ട് ചൈനയിൽ മൊത്തം. നിങ്ങൾ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി ഓരോ 100 മീറ്ററിലും ചൈന മൊത്തം ഈ ക്യാമറകളുണ്ട്. അപ്പോൾ ഈ ക്യാമറകൾ വഴി സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴി അവിടെ സോഷ്യൽ മീഡിയയും പേയ്മെൻറ്റ് ആപ്പുമായിട്ട് എല്ലാം ഉപയോഗിക്കുന്നത് ഈ സെർച്ച് എഞ്ചിനുമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഈ ബൈഡു ആണ്. അപ്പോൾ ബൈഡുവിലെ ഇൻഫർമേഷൻ, ഈ ട്രാക്കിംഗ് ആപ്പ്, വേറെ എല്ലാ ക്യാമറകൾ ഇതുവഴി എല്ലാം ബിഗ് ഡാറ്റ അനാലിസിസ് ചെയ്ത് നിങ്ങൾ എത്ര ആളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ട്, അതിൽ എത്ര പേർക്ക് കൊറോണ ആയിട്ട് ബന്ധമുണ്ട്, എത്ര ആൾ പോസിറ്റീവായിട്ടുണ്ട് ഒക്കെ ട്രാക്ക് ചെയ്ത്, അപ്പോൾ ഓരോരുത്തരെ പറ്റി ഇൻഫർമേഷൻ. ഇപ്പം ഞാൻ കണ്ണൂരാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ അടുത്തുള്ള എത്ര പേര് കൊറോണ രോഗികളുണ്ട്, അവരുമായി സമ്പർക്കം പുലർത്തിയ ആൾക്കാർ ഞാനുമായിട്ട് എത്ര അടുത്ത് വന്നിട്ടുണ്ട് ഒക്കെ എനിക്ക് ഒരു കൊറോണ സ്കോർ അവർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൊറോണ സ്കോർ അനുസരിച്ച് അവരുടെ ആപ്പിൽ വരും. ഞാൻ ഇന്ന് എൻ്റെ പോയിൻ്റ് ഇന്നെൻ്റെ ഇത് ഗ്രീനാണ്, അപ്പോൾ എനിക്ക് പുറത്തു പോവാം. ഓറഞ്ച് ആണെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള മൊബിലിറ്റിയേ ഉള്ളൂ, റെഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാവണം. അങ്ങനെ ഓരോരുത്തർ ഒരു സിറ്റിസൺസിനെ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്ത് ഇത് കൺട്രോളിൽ വരുത്തുകയാണ്. അത് പ്രൈവസിയെ ബാധിക്കുന്നുണ്ട്, അതോറിറ്റേറിയൻ ഗവൺമെൻറ് ആണ്. പക്ഷേ ഈ കൊറോണയുടെ കാര്യത്തിൽ അത് അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ സമൂഹ വ്യാപനം നടന്നിട്ടുണ്ടോ? കോട്ടയത്തെയും ഇടുക്കിയിലെയും കാര്യങ്ങൾ ആ ദിശയിലേക്കാണോ? ഈ നമ്മൾ സമൂഹ വ്യാപനം നടന്നോ തുടങ്ങിയോ എന്നൊക്കെ മോണിറ്റർ ചെയ്യുന്നതും അതിൽ വലിയൊരു ഇത് കൊടുക്കുന്നതിലും എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ വലിയൊരു അഭിപ്രായമില്ല. ഒരു കൊറോണ രോഗി ഉണ്ടെങ്കിൽ അയാൾ ഡെഫിനറ്റ്ലി അടുത്ത ഒരാൾക്ക് റിസ്ക്കാണ്. അയാൾ എവിടുന്ന് വന്നു, ചൈനയിൽ നിന്ന് കിട്ടിയോ അല്ല ഇവിടുന്ന് കിട്ടിയോ എന്നുള്ള അത് ഇതല്ല. അതുപോലെ അത് ഒരു രോഗിക്ക് സമൂഹ വ്യാപനം വഴി കിട്ടിയതാണോ അതോ അയാൾ അവിടെ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണോ അതോ പ്രൈമറി കോണ്ടാക്റ്റായി കിട്ടിയതാണോ, അതും നമ്മൾ സമൂഹ വ്യാപനം തുടങ്ങുന്നതിന് മുമ്പ് സമൂഹ വ്യാപനം തുടങ്ങുന്നതിന് ശേഷം എന്നുള്ള ഒരു വ്യക്തമായൊരു വേർതിരിവ് ഇതിലില്ല. അപ്പോൾ നമ്മളെ സ്പ്രെഡിങ് റേറ്റ് നമുക്കറിയാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ കോണ്ടാക്ട് ട്രേസിങ്ങിലും ഇതിലും ഇതിൻ്റെ സ്പ്രെഡിങ് ടൈം വളരെ കുറവാണ്. R0 കുറവാണെങ്കിലും സ്പ്രെഡിങ് ടൈം വളരെ കുറവാണ്. വളരെ ദൂരത്തേക്കാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. 2002 കാര്യം പറയാം. ഹോങ്കോങ്ങിൽ ആദ്യം ഇത് പ്രത്യക്ഷപ്പെട്ടു, അവിടെ കേസുകൾ ഉണ്ടായി. ഇത് കാണുന്നത് കാനഡയിലാണ്. വൈൽഡ് ഫയർ പോലെ പടർന്ന് പിടിക്കുന്നത് കാനഡയിൽ. നമുക്ക് ഇവിടെയും കാണാൻ പറ്റും, ഇപ്പോഴും കാണാൻ പറ്റും. ചൈനയിലുണ്ടായി, ഹോങ്കോങ്ങിലുണ്ടായി, ഇറ്റലിയിൽ പടർന്ന് പിടിക്കുന്നതാണ് ഇത് കാണുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഇന്ത്യയിലെ പാറ്റേൺ നോക്കിയാൽ തന്നെ പല സ്ഥലത്ത് ഇപ്പോൾ UP-യിൽ പടർന്ന് പിടിക്കുന്നുണ്ട്, പക്ഷേ ബീഹാറിൽ കുറവാണ്. രാജസ്ഥാനിലുണ്ട്, ഹരിയാനയിലില്ല. തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ട്, കേരളത്തിലും കർണാടകയിലും കുറവാണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഒരു ട്രാക്ക് ചെയ്യാൻ തോന്നുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എവിടെയൊക്കെ കേസുകൾ വരുന്നുണ്ടോ അവിടെ നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒക്കെ കൂട്ടേ വഴിയുള്ളൂ. നമുക്ക് ഈ ടെസ്റ്റിങ്ങും ഈ സമൂഹ വ്യാപനം നോക്കുന്നതിലും എനിക്ക് വലിയൊരു അഭിപ്രായം ഇല്ല. ഇഫ് ചൈന ഹാസ് സപ്രസ് ദ ഡിസീസ് ദെൻ വൈ ആർ ദേ നോട്ട് ഷെയറിങ് ദെയർ ട്രീറ്റ്മെൻറ്റ് വിത്ത് ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്തതിനേക്കാളും സോഷ്യൽ മെഷേഴ്സ് വഴി അവർ കൺട്രോൾ ചെയ്തു. ചൈന, സിംഗപ്പൂർ, സൗത്ത് കൊറിയ,
എന്ന് വേണം കരുതാൻ. അത് നമ്മൾ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കുറേ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റാണ് ഇതിൻ്റെ കാര്യത്തിൽ. നമ്മൾ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റിനേക്കാളും സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. രോഗിക്കുള്ള ശ്വാസമുട്ടൊക്കെ കുറക്കുക, അതിന് കുറച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ വിഷമങ്ങൾ വരുമ്പോൾ, കിഡ്നി ഫെയിലറോ മറ്റും വരുമ്പോൾ അതിനുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നല്ലാതെ നമുക്കൊരു ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനോ ഒന്നും ഇതുവരെ ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ മക്കൾ പൊതുവേ ചില്ല് വാട്ടറാണ് കുടിക്കാറ്. ഈ സമയത്ത് നല്ലതാണോ? ചില്ല് വാട്ടറിലോ വെള്ളത്തിലോ വ്യത്യാസമുണ്ടെന്ന് ഇതുവരെയുള്ള ഡാറ്റ വെച്ചൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇത് നമ്മൾ സാധാരണ ജലദോഷത്തിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ നാട്ടിൽ പൊതുവേ പറയാം, മഴ നനഞ്ഞാൽ ജലദോഷം വരും, തണുത്ത വെള്ളം കുടിച്ചാൽ വരും, ഫ്രിഡ്ജിൽ വെച്ച കാര്യങ്ങൾ കഴിച്ചാൽ വരും എന്നൊക്കെ പറയും. പിന്നെ പക്ഷേ ഡാറ്റ കാണിക്കുന്നത് ഇതൊന്നും ശരിയല്ല. തണുത്ത വെതറിലോ മഴ നനഞ്ഞാലോ തണുത്ത വെള്ളം കുടിച്ചാലോ ഒന്നും, ചൂടുവെള്ളം കുടിച്ചാൽ ജലദോഷം വരാണ്ട് നിൽക്കില്ല. നമ്മളെ കോഗ്നിറ്റീവ് ബയാസ് കൊണ്ട് നമ്മൾ പിന്നെ ഞാൻ ഇന്നലെ മഴ നനഞ്ഞു അതുകൊണ്ടായിരിക്കും ഇന്ന് ജലദോഷം വന്നത് എന്നൊക്കെ നമ്മൾ കരുതുന്നതും, നമ്മൾ ജലദോഷം വരാത്തപ്പോഴും മഴ നനഞ്ഞത് നമ്മൾ ഓർമ്മയിൽ നിൽക്കാത്തത്. വിറ്റാമിൻ സി വെറുമൊരു ആൻറ്റി ഓക്സിഡൻറ്റ് മാത്രമല്ല. മുഖ്യധാരയിലെ വൈദ്യശാസ്ത്രം എന്തിനാണ് ഈ സുപ്രധാന ജീവൻ രക്ഷാമാർഗത്തിനെ അവഗണിക്കുന്നത്? വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് ആരാ പറഞ്ഞത്? ഈ ആൻറ്റി ഓക്സിഡൻറ്റിനെ പറ്റി പിന്നെ ആധുനിക വൈദ്യശാസ്ത്രം തന്നെ വലിയൊരു പിന്നെ ക്ലെയിംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതും ശരിയല്ല. നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നോ, നമ്മളെ പിന്നെ ഈ ആൻറ്റി ഏജിങ് ഏജൻസ് ആണെന്നോ അങ്ങനെയൊക്കെയുള്ള ക്ലെയിംസ് ഒക്കെ ഉണ്ട്. അതും പഠനങ്ങളിൽ ഒന്നും പ്രൂവ് ചെയ്യുന്നില്ല. നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് കഴിക്കുക വഴി എല്ലാ കെമിക്കൽ റിയാക്ഷനും പിന്നെ ഓക്സിഡൈസിങ് റെഡ്യൂസിങ് റിയാക്ഷനാണ്. ഒരു കെമിക്കൽ ഒരു ഏജൻറ്റ് ഓക്സിഡൈസ് ആകുമ്പോൾ വേറെ ഇത് റെഡ്യൂസ്ഡ് ആവുന്നു. അപ്പോൾ ഈ ഓക്സിഡൈസിങ് ഏജൻറ്റാണ് ഏജൻസാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നതെന്നുള്ള അത് ശരിയല്ല. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ട് ചെയ്യുന്നത് പലതും ഓക്സിഡൈസിങ് കെമിക്കൽസ് വഴിയാണ്. നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നത് ഓക്സിഡൈസിങ് ആയിട്ടുള്ള കെമിക്കൽസ് അതിൻ്റെ മേലെ റിലീസ് ചെയ്താണ്. അപ്പോൾ നമ്മൾ ഈ ആൻറ്റി ഓക്സിഡൻസ് കഴിച്ചാൽ മിക്കവാറും നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ നമ്മൾ തടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് അധികം കഴിക്കണമെന്നോ, നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് അമൃതമായിട്ട് കരുതാം. വിറ്റാമിൻ സി ആയാലും സിങ്ക് ആയാലും ചൂടുവെള്ളമാണെങ്കിലും നമുക്ക് ഒരു ക്യൂർ ഫോർ ഓൾ. ഇന്ന് ആ മെഡിക്കൽ ഡോക്ടർ തന്നെയാണ്, അയാളും പറഞ്ഞത് അതാണ്, ചൂടുവെള്ളം കുടിച്ചാൽ നമുക്ക് ഈ കൊറോണയെ കംപ്ലീറ്റ് ഒഴിവാക്കാം എന്നൊക്കെ. അങ്ങനെയൊന്നും പറ്റില്ല. ആക്ച്വലി ഇഫ് നീഡഡ് വേൾഡ് ക്യാൻ എൻഡ് ദിസ് എപ്പിഡമിക് വിത്തിൻ എ മന്ത്, ബട്ട് ദ പ്രൈസ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കമ്പാഷൻ വിൽ ഹാവ് ടു ബി സാക്രിഫൈസ്ഡ്. എ ഡിക്റ്റേറ്റർ ക്യാൻ ഡു ഇറ്റ്. ഒബ്വിയസ്ലി ദാറ്റ് കംസ് വിത്ത് കോൺസിക്വൻസ്. നമുക്ക് കൊറോണ ബാധിച്ച എല്ലാവരും വെടിവെച്ച് കൊന്നാൽ നമുക്ക് കൊറോണ ഇല്ലാതാക്കാം. പക്ഷെ അത് നടക്കുമോ? അൺനോൺ കോണ്ടാക്ട്സ് അപകടമല്ലേ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കോണ്ടാക്റ്റ് കണ്ടെത്താതെ പോകുന്നത് സാമൂഹിക വ്യാപനത്തിന്. പിന്നെ നമുക്ക് ഈ കൊറോണയുടെ കാര്യത്തിൽ ഓരോ അസുഖവും ഓരോ വിധത്തിലാണ്. ഇബോള പിന്നെ ഒരാൾക്ക് ലക്ഷണം കാണിച്ച് തുടങ്ങിയാൽ മാത്രമേ അത് പടരൂ, വേറൊരാൾക്ക് പടരൂ. അപ്പോൾ നമുക്ക് ലക്ഷണങ്ങളുള്ള ആളുകളെ മാത്രം പിന്നെ വേഗം ഐസൊലേറ്റ് ചെയ്താൽ അതിൻ്റെ പടരുന്നത് തടയാൻ പറ്റും. പക്ഷെ കൊറോണ ലക്ഷണം കാണിക്കുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ പടരാൻ തുടങ്ങും. അതാണ് ഈ കൊറോണയെ ഡേഞ്ചറസ് ആക്കുന്നത്. നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്താലും എങ്ങനെ ട്രേസ് ചെയ്താലും നമ്മുടെ കയ്യിൽ അധികം നാൾ നിൽക്കില്ല. പക്ഷെ ഭാഗ്യത്തിന് ഈ കൊറോണ പിന്നെ അസുഖം, ഇപ്പോഴത്തെ കോവിഡ് അസുഖം അത്ര ഡേഞ്ചറസ് അല്ല. ചില വിഭാഗം ആളുകളിൽ ഒഴിച്ചാൽ പിന്നെ മരണനിരക്ക് താരതമ്യേന കുറവാണ്. പക്ഷേ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. നമ്മൾ ഇനിയുള്ള കൊറോണ പാൻഡമിക്കിനെതിരെ വാക്സിൻ ഉണ്ടാക്കി സജ്ജമായിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് ലോകം ഇന്ന് പിന്നെ നേരിടുന്ന പ്രശ്നങ്ങളിൽ നമ്മൾ ഇതുവരെ കരുതിയത് ഭീകരപ്രവർത്തനവും അങ്ങനെയുള്ളതാണ്. അങ്ങനെയല്ല. ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ ഈ പിന്നെ പാൻഡമിക്സ്, കൊറോണ പോലെയുള്ള പാൻഡമിക്സ്, പിന്നെ ജൈവ
യുദ്ധ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇപ്പോൾ പിന്നെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, പിന്നെ ആഗോള താപനം, അതൊക്കെയാണ് നമ്മുടെ മനുഷ്യരാശി ശരിക്കും നമ്മുടെ മനുഷ്യരാശിക്കുള്ള ശരിയായ ത്രെഡ്സ്. ഈ മതവും ഇതൊക്കെ മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങളുണ്ട്. ഷുഡ് വി ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ? ഐ ഡോണ്ട് നോ ഇഫ് ബേസിക് അക്വ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ വെള്ളത്തിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷൻസ് ഡെഫിനറ്റ്ലി നമ്മൾ ബോയിൽഡ് വാട്ടറോ അക്വാഗാർഡ് വഴി കുടിച്ചോ തടയാം. പക്ഷേ നമുക്ക് ജലദോഷം വരുന്നതോ കൊറോണ വരുന്നതോ ഒന്നും തടയാൻ പറ്റില്ല. ഉപേന്ദ്ര, ആരോഗ്യ സേതു ആപ്പും അത് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്? ചൈനയുടെ അത്ര പിന്നെ ബിഗ് ഡാറ്റ അനാലിസിസ് പവർ ആരോഗ്യ സേതുവിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആയുർവേദ കമ്പനികളെന്ന് പറയപ്പെടുന്ന പതാഞ്ജലിയും പങ്കജകസ്തൂരിയും ഒക്കെ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കി വിൽക്കുന്നതായി വാർത്ത കണ്ടു. ആയുർവേദക്കാർക്ക് ഹാൻഡ് സാനിറ്റൈസറുമായി എന്ത് ബന്ധം? അവരുടെ ഹാൻഡ് സാനിറ്റൈസറിൽ എത്ര ശതമാനം ആൽക്കഹോൾ ഉണ്ട്, എത്ര അണുനാശന ശേഷി അതിനുണ്ട് എന്ന് കാണണം, അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ആരോഗ്യ സേതു ആപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അത് എനിക്കറിയില്ല. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിന് ഹോമിയോ ഡോക്ടർമാർ മരുന്ന് കൊടുക്കുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? പിന്നെ ഇന്ന് ഞാൻ റെഫർ ചെയ്തത് ഹോമിയോയിൽ എങ്ങനെ അസുഖം ഉണ്ടാകുന്നു, അസുഖത്തിൻ്റെ കാരണം ഹനുമാൻ ആദ്യം കരുതിയത് കോഫിയിൽ നിന്നുണ്ടാകുന്നു, കോഫി ആസ് കോസ് ഓഫ് ഡിസീസ്. പിന്നെ അയാളത് മാറ്റി അതിന് ഒരു സോറോ എന്ന് പറഞ്ഞ ഒരു വേർഡ് ഉണ്ടാക്കി. അപ്പോൾ അസുഖത്തിൻ്റെ കാരണങ്ങൾ സൂക്ഷ്മജീവികളാണെന്ന് എവിടെയും ഹനുമാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ ഇമ്മ്യൂണിറ്റീനെ പറ്റിയും ഹനുമാൻ പറഞ്ഞിട്ടില്ല. ഹനുമാൻ പറഞ്ഞതിൽ നിന്നും പിന്നെ ഹോമിയോപ്പതി അണുവിട മുമ്പോട്ട് പോയിട്ടില്ല ഇത്രയും കാലമായിട്ടും. അപ്പോൾ ഇത് ഈ കാര്യം അറിയാതിരുന്ന ഹനുമാൻ ഉണ്ടാക്കി വെച്ച അതേ കാര്യങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇമ്മ്യൂണിറ്റിയൊക്കെ പറയാമെന്നല്ലാണ്ട് അതിനുമായിട്ട് ഒരു ബന്ധവുമില്ല. 60 ദിവസത്തിന് ശേഷമൊക്കെ പോസിറ്റീവ് ആകാൻ സാധ്യത ഉണ്ടോ? പിന്നെ അതും പോസിറ്റീവ് ആകുന്നത് അത് അസുഖമാണോ എന്ന് പറയാം. അത് ശരീരത്തിൽ ബാക്കിയായ ചില DNA ഫ്രാഗ്മെൻറ്റ്സ് മാത്രമായിരിക്കാനാണ് സാധ്യത. അത് ശരിയായ കോവിഡ് അസുഖം ആയിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇതുവരെയുള്ള ഡാറ്റ. പിന്നെ ലേറ്റായിട്ട് പോസിറ്റീവ് ആവുന്നതും കുറേ കാലം പോസിറ്റീവായി നിൽക്കുന്നതുമൊക്കെ ഒരു അനോമലി ആയിട്ട് മാത്രമേ കരുതാവൂ. അത് ആ അസുഖം അത്രയും നാൾ നീണ്ടു നിൽക്കുന്നുവെന്നൊന്നും ഇതുവരെയുള്ള ഡാറ്റ വെച്ച് പറയാൻ പറ്റില്ല. വിറ്റാമിൻ ഗുളികകൾ, ബി കോംപ്ലക്സ് പോലുള്ളവ ഡോക്ടർ നിർദ്ദേശമില്ലാതെ ഫുഡ് സപ്ലിമെൻറ്റ്സായി കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ശരീരത്തിന് ആവശ്യമുള്ളത് മൂത്രത്തിലൂടെയും മറ്റും പുറന്തള്ളി പോകില്ലേ? ചില വിറ്റാമിൻസ് കഴിച്ചാൽ വിറ്റാമിൻ എ അങ്ങനെ ചില വിറ്റാമിൻസ് കഴിച്ചാൽ നമുക്ക് ശരീരത്തിന് ടോക്സിസിറ്റി ഉണ്ടാകുന്നുണ്ട്. വിറ്റാമിൻസ് വെറുതെ കഴിക്കാൻ പറ്റിയ ടാബ്ലറ്റ്സ് അല്ല. വേറൊന്ന്, വിറ്റാമിൻസ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയോ വിറ്റാമിൻസ് നമുക്ക് ഗുണമോ ചെയ്യുന്നില്ല. പല പഠനങ്ങളിലും കാണിക്കുന്നത് നമ്മൾ പിന്നെ ഭക്ഷണത്തിൽ ഫ്രൂട്ട്സായിട്ടോ വെജിറ്റബിൾസായിട്ടോ കഴിക്കുന്ന വിറ്റാമിൻസിൻ്റെ ഗുണം നമ്മൾ വിറ്റാമിൻ ടാബ്ലറ്റ്സായി കഴിച്ചാൽ കിട്ടുന്നില്ല എന്നാണ്. ശരീരം ഓരോ പിന്നെ വസ്തുവിനെ ഓരോ വിധത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ചില വസ്തുക്കൾ നമ്മൾ കഴിക്കുന്നത് ശരീരം ജസ്റ്റ് അങ്ങനെ പുറന്തള്ളൂല, നമുക്കത് ടോക്സിറ്റി ഉണ്ടാവും വേണ്ടെങ്കിൽ. ചിലത് നമുക്ക് വേണ്ടതിൽ അധികം ഉണ്ടെങ്കിൽ ശരീരം ജസ്റ്റ് പുറന്തള്ളുന്നു. നമുക്ക് കാലറി നമുക്ക് ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന വസ്തുവാണ്. നമുക്ക് അധികമായി കാലറി കഴിച്ചാൽ നമുക്ക് അധികമുള്ളത് ശരീരം പുറന്തള്ളുന്നില്ല, നമുക്ക് പിന്നെ ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ ടോക്സിസിറ്റി ആയിട്ട് അത് അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. ആൻറ്റിബയോട്ടിക്കുകൾ ഇമ്മ്യൂണിറ്റി കൂട്ടി ബാക്ടീരിയയെ നശിപ്പിക്കുകയാണോ? അല്ല, അത് ഡയറക്റ്റായിട്ട് ആ വസ്തുവിനെ സൂക്ഷ്മാണു നശിപ്പിക്കുകയാണ്. ആൻറ്റിബയോട്ടിക് കാരണം നമുക്ക് ആവശ്യമുള്ള മൈക്രോബുകൾ നശിച്ചാൽ അവയും പ്രതിരോധ ശക്തി നേടില്ലേ? അവ പൂർണ്ണമായും ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം മോശമാണ്, ഡേഞ്ചറസ് ആണ്. ഒന്ന്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
ആൻറ്റിബയോട്ടിക്കുകൾ ഈ നേരത്തെ പറഞ്ഞ അയാളുടെ ശരീരത്തിലുള്ള നല്ല സൂക്ഷ്മാണുക്കളെ ഗുണപരമായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നു, നമ്മളെ മൈക്രോ ബയോമിനെ നശിപ്പിക്കുന്നു, നമ്മളെ ശരീരത്തിലുള്ള നല്ല. അപ്പോൾ ആ സൂക്ഷ്മാണുക്കൾ അവിടെ ഉള്ളത് കൊണ്ട് രോഗകാരികളായ അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ രോഗം തടയാനുള്ള ശേഷി നമ്മൾ ആൻറ്റിബയോട്ടിക് അധികം കഴിച്ചാൽ കുറയും. വേറൊന്ന്, സമൂഹത്തിന് ഈ രോഗാണുക്കൾ എല്ലാവരും വലിയൊരു തോതിൽ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ കാലക്രമേണ ഈ രോഗാണുക്കൾ അതിന് റെസിസ്റ്റൻസ് നേടുന്നു. ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ അവർക്ക് പ്രതിരോധം, ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ ഈ രോഗാണുക്കൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടാകും. അപ്പോൾ അതും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളൊക്കെ എതിരെ പ്രതിരോധമുള്ള റെസിസ്റ്റൻസ് ഉള്ള പുതിയ രോഗാണുക്കൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇവോൾവ് ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് മനുഷ്യരാശി തന്നെ അപകടത്തിലാവും. നമുക്ക് ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താനാവാത്ത ഇൻഫെക്ഷൻസ് ഉണ്ടാവും. നമുക്ക് ധൈര്യത്തിൽ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഓപ്പറേഷൻ ചെയ്ത് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവും, അവിടെ വൂണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും, സെപ്റ്റിസീമിയ ഉണ്ടാവും. ഒരു പ്രസവം പോലും നമുക്ക് സേഫായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മളെ മാനവരാശിക്ക് വലിയൊരു ഭീഷണി ഉയർത്തുന്നുണ്ട്. അതിനെതിരെ നമുക്ക് ചെയ്യേണ്ടത് ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുക, നിയന്ത്രിക്കുക. മനുഷ്യരിൽ എത്ര ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിച്ചാലും ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ മനുഷ്യരിൽ ഉപയോഗിക്കുന്നതിൻ്റെ 4-5 മടങ്ങ് മൃഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, ലൈവ് സ്റ്റോക്സിൽ. അപ്പോൾ ആനിമൽ ഫാമിങ്ങിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പുറം രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൂക്ഷ്മാണുക്കൾ നമ്മളെ ശരീരത്തിൽ മാത്രമല്ല എൻവയൺമെൻറ്റിൽ കംപ്ലീറ്റ് ഓടി നടക്കുന്നതാണ്. അപ്പോൾ അവരുടെ ദേഹത്തിൽ ഉപയോഗിച്ചാലും ഈ സൂക്ഷ്മാണുക്കൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നേടും. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കുക, മനുഷ്യരിൽ നിയന്ത്രിക്കുക, മൃഗങ്ങളിൽ നിയന്ത്രിക്കുക. പിന്നെ പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കുക. പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കാനുള്ള റിസർച്ച് പ്രവർത്തനവും നേരത്തെ വാക്സിൻ്റെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് കൊണ്ട് മന്ദഗതിയിലാണ് പോകുന്നത്. പുതിയൊരു ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങില്ല, അത് റിസർവ് ആൻറ്റിബയോട്ടിക്കായിട്ട് വെക്കും. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഉള്ള മറ്റ് ആൻറ്റിബയോട്ടിക്സിന് റെസിസ്റ്റൻസ് ഉള്ള ബാക്ടീരിയ വരികയാണെങ്കിൽ അവിടെ ഉപയോഗിക്കാനായിട്ട് റിസർവ് ഡ്രഗായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത കമ്പനിക്ക് ഇത് ഫൈനാൻഷ്യലി മുതലാവില്ല. അപ്പോൾ ആ ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്ട്സിൻ്റെ ആസ്പെക്റ്റ് കൊണ്ട് പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ നിർമ്മിക്കുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ഒരു അലസമായ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിലും പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പും ഗവൺമെൻറ്റ്സിൻ്റെ ഇടപെടലും കൊണ്ട് പുതിയ ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കുക, ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കുക. നമുക്ക് വേണ്ട വസ്തു തന്നെയാണ്, പക്ഷേ അത് അനിയന്ത്രിതമായി ഉപയോഗിച്ചാൽ നമ്മുടെ മനുഷ്യകുലത്തിന് തന്നെ മോശമായി. വാക്സിനുകൾ ശരീരത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റം മോശമായി ബാധിക്കുമോ? അമേരിക്കൻ ശാസ്ത്രജ്ഞനും ഇന്ത്യൻ ശാസ്ത്രജ്ഞനുമായ ഇയാൾ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല, എല്ലാവരും പറയുന്നുണ്ട് അതിനെപ്പറ്റി. വാക്സിനുകളെ പറ്റി ഓട്ടിസം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ബ്രിട്ടീഷ് ഡോക്ടർ പണ്ട് വലിയൊരു കോലാഹലമുണ്ടാക്കിയായിരുന്നു. എല്ലാ പഠനങ്ങളിലും ഓട്ടിസം ഉണ്ടാക്കുന്നില്ല എന്നാണ് കാണുന്നത്. അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ ക്ലെയിംസ്. നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സെറ്റിംഗ്, എൻ്റെ ഇമ്മ്യൂൺ ശേഷി ഇപ്പോൾ 60%, 80%, 100% അങ്ങനെ പറയാനുള്ള ഒരു ഇതല്ല. നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ഓപ്റ്റിമൈസ്ഡ് ആണെന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഗർഭിണിക്ക് പല അസുഖങ്ങളും വരാനുള്ള സാധ്യത കൂടും, പല അസുഖങ്ങളും വരാനുള്ള സാധ്യത കുറയും. പല ഓട്ടോഇമ്യൂൺ ഡിസീസും സിവിയർ ആവും, പല ഓട്ടോഇമ്യൂൺ ഡിസീസും മൈൽഡാവും. അപ്പോൾ അവളുടെ ഇമ്മ്യൂൺ സിസ്റ്റം പവർഫുള്ളായിന്നോ വീക്കായിന്നോ പറയാൻ പറ്റില്ല. ഇമ്മ്യൂൺ സിസ്റ്റം മാറി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു സെറ്റിംഗ് അല്ല, പല സെറ്റിംഗ് ഉണ്ട്. നിങ്ങൾ മറ്റേ ഈ ആംപ്ലിഫയറിൽ അവർ കുറേ ഇതുണ്ടാവില്ലേ, നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ വെക്കുന്ന ഈ സൗണ്ടിൻ്റെ ആംപ്ലിഫയറിന് കുറേ സെറ്റിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ചിലത് കൂടും ചിലത് കുറയുന്ന പോലെ നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ഓപ്റ്റിമൈസ്ഡ് ആയിട്ട് അങ്ങനെ വെക്കുക, അത്രയേ ഉള്ളൂ. I am using Medimix for general hand washing. For serious hand washing, I use Savlon, Dettol,
ഈ ഹാൻഡ് വാഷിങ്ങിന് സോപ്പ് മാത്രം മതി, സാധാരണ സോപ്പ്. അതിൽ പിന്നെ എന്തെങ്കിലും സ്മെല്ല് വേണമെന്നോ അതിന് പരിമളം വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. സാധാരണ സോപ്പ്, പിന്നെ ഈ സാനിറ്റൈസർ വേണ്ട. നമ്മൾ ഈ മുറിവുകൾ ക്ലീൻ ചെയ്യാനും നമ്മൾ സാധാരണ സോപ്പിട്ട് കഴുകിയാൽ മതി. നമ്മൾ പലപ്പോഴും പിന്നെ ഓപ്പറേഷനൊക്കെ ചെയ്ത ഇത് ചൂടുവെള്ളമൊക്കെ ഇട്ട് കഴുകും, പിന്നെ ഓയിൻമെൻറ്റ് വെക്കും. അതൊന്നും വേണ്ട. സാധാരണ വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ പിന്നെ സോപ്പിട്ട് കഴുകിയാൽ അത് തന്നെ വളരെ നല്ല ആൻറ്റിസെപ്റ്റിക് മെഷറാണ്. ഏതെങ്കിലും ആഹാരത്തിലൂടെ പ്രതിരോധ ശക്തിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ജനറൽ നമ്മളെ പ്രതിരോധ ശേഷി നമ്മൾ ട്യൂൺ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ പിന്നെ ശരീരം ഓപ്റ്റിമൈസ്ഡ് ആയിരിക്കണം, ആരോഗ്യം നന്നായിരിക്കണം, ഉറക്ക് കറക്റ്റായിട്ട് ഉണ്ടാവണം, സ്ലീപ്ലെസ്നെസ് ഉണ്ടാവാൻ പാടില്ല, പിന്നെ ഭക്ഷണ രീതി നല്ലതായിരിക്കണം, നമ്മൾ വേണ്ടത്ര ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണം, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, വെള്ളം വേണ്ടത്ര കുടിക്കണം, പിന്നെ ഇങ്ങനെയുള്ള ജനറൽ നമ്മൾ വ്യായാമം ചെയ്യണം. പിന്നെ അങ്ങനെയുള്ള ജനറൽ മെഷേഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ബോഡിയുടെ മൊത്തം സിസ്റ്റം ഇൻക്ലൂഡിങ് ഇമ്മ്യൂൺ സിസ്റ്റം ഓപ്റ്റിമൈസ്ഡ് ആയിരിക്കും ഒരു പരിധി വരെ. വെയിൽ കൊള്ളുന്നത്, ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന എക്സസൈസ് ചെയ്യുന്നത് കോവിഡിനെ പ്രതിരോധിക്കാൻ, അങ്ങനെ പല പിന്നെ ക്ലെയിംസും ഇതൊക്കെ ഉണ്ട്. ഞാനൊരു പിന്നെ ഒരു പ്രൊഫഷണൽ ഇതാണ്, എനിക്കൊരു പ്രൊഫഷണൽ അഡ്വൈസ് ഒരു എവിഡൻസ് ഇല്ലാതെ പറയാൻ പറ്റില്ല. അപ്പം വെയിൽ കൊള്ളുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടുന്നും സാധ്യതയില്ല, പക്ഷേ അത് ചെയ്യില്ല എന്ന് പറയണമെങ്കിൽ തന്നെ എനിക്ക് ഡാറ്റ വേണം. അങ്ങനെ ഒരു ഡാറ്റ ഇല്ല. പക്ഷേ ഇത് വെച്ച് നമുക്ക് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടി നമുക്ക് ഇമ്മ്യൂൺ പവർ കൂട്ടാൻ പറ്റില്ല. എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ വെയിൽ കൊള്ളുന്നത്, വിറ്റാമിൻ ഡി നമുക്ക് ശരീരത്തിന് പൊതുവേ നല്ലതാണ്, കുറേ അധികം കൊള്ളണ്ടെന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ വെയിൽ കൊള്ളുന്നത്, ഫോറിനിൽ ഈ ഹോട്ട് ബാത്ത്, സാവന, അതിലൊക്കെ പോയിരുന്നാൽ കൊറോണ തടയാന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അബദ്ധമാണ്. ബട്ട് ഐ വുഡ് ബൈ ഡെറ്റോൾ ഓർ സം മൈൽഡ് പ്രൈസ്ഡ് വെസ്റ്റേൺ ബ്രാൻഡ് ഓർ യൂണിലിവർ, വോണ്ട് ബൈ മെഡിമിക്സ് സിൻസ് യു ഡോണ്ട്. നമുക്ക് സോപ്പിൻ്റെ കാര്യത്തിൽ ബ്രാൻഡൊന്നും നോക്കണ്ട, നമ്മൾ അതിലെ സോപ്പ് മാത്രമേ നമുക്ക് വേണ്ടൂ. അതിൽ വേറെ നമുക്കതിൻ്റെ സെൻറ്റോ സ്മെല്ലോ ഒന്നും നമുക്ക് വേണ്ട. വാക്സിനുകൾ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മോശമായി ബാധിക്കുകയോ ഇല്ല. ഐ ഹാവ് സ്കിൻ അലർജി, ഏത് ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈസ് മൈ ഇമ്മ്യൂണിറ്റി ബാഡ് ഫോർ കോവിഡ്? ഐ ഹാവ് സിട്രിസിൻ ടാബ്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് ഫീവർ ഇൻ എവറി മന്ത് ഡ്യൂ ടു കോൾഡ് അലർജി. ഹൗ ഈസ് മൈ ഇമ്മ്യൂണിറ്റി? ഈ ഫീവർ ഉണ്ടാക്കുന്നത് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾ പനി ഉണ്ടാകുന്നതുകൊണ്ട് നിങ്ങളെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാകുന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പനി ഉണ്ടാകുന്നത്. മിക്കവാറും നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളത്, വീക്ക് ഇമ്മ്യൂൺ സിസ്റ്റം അല്ല. പിന്നെ സിട്രിസിൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ഘടകത്തെ മാത്രമാണ് ബാധിക്കുന്നത്. ഈ ആ അലർജി ഉണ്ടാക്കുന്ന ആ ഘടകത്തിന് മാത്രമാണ് ബാധിക്കുന്നത്. മൊത്തം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ബാധിക്കുന്നില്ല. അതും കൊണ്ടും നിങ്ങൾ ബേജാറാവേണ്ട. അലർജി എന്ന് പറയുന്നതും ഇമ്മ്യൂൺ സിസ്റ്റം പിന്നെ അത് ഓവർ റിയാക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം മൊത്തത്തിൽ സ്ട്രോങ് ആണെന്നോ വീക്കാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ചില ഘടകങ്ങൾ അധികം വർക്ക് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ആദ്യം ആൾട്ടർനേറ്റീവ് ഓർ റിസർച്ച് ടുഡേ ടു ആനിമൽ ടെസ്റ്റിംഗ് ഓഫ് വാക്സിൻ ആൻഡ് മെഡിസിൻസ്. പിന്നെ ആനിമൽ റിസർച്ച് ടെസ്റ്റിംഗ് വളരെ കുറവാണ്. ഫേസ് 1 മുതൽ തന്നെ പിന്നെ ഹ്യൂമൻസിലാണ് വാക്സിൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. മെഡിസിൻസും പിന്നെ ആനിമൽസിൽ ടെസ്റ്റ് ചെയ്യുന്നത് കുറവാണ്. പിന്നെ മുമ്പ് ഈ പഴയ വാക്സിൻസ് ചിക്ക് എംബ്രിയോ വാക്സിൻസ് ആയിരുന്നു. ഹ്യൂമൻ എംബ്രിയോ അല്ല, ഇന്ന് ഏതോ അബോർഷൻ ചെയ്ത ഇതൊക്കെ വാക്സിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് ഹ്യൂമൻ എംബ്രിയോസ് അല്ല, ചിക്ക് എംബ്രിയോസിലാണ് അങ്ങനെയുള്ള ഒക്കെയാണ് പിന്നെ വാക്സിൻ ഡെവലപ്പ് കൾച്ചർ ചെയ്തിരുന്നത്. പക്ഷേ മോഡേൺ
വാക്സിൻസ് അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. റീകോമ്പിനൻറ്റ് ടെക്നോളജി വഴിയാണ് മോഡേൺ വാക്സിൻസ് ഉണ്ടാക്കുന്നത്. ഈ എംബ്രിയോ കൾച്ചറിലോ അങ്ങനെ അല്ല. വുഡ് വി എക്സ്റ്റെൻഡ് ലോക്ക്ഡൗൺ ഇൻഡെഫിനിറ്റ്ലി ടിൽ വാക്സിനേഷൻ ഈസ് ഫൗണ്ട്? അത് സാധ്യത കുറവാണ്. നമുക്കത് പിന്നെ നമ്മുടെ സമൂഹത്തിന് അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല. ഹൗ ക്യാൻ ഹേർഡ് ഇമ്മ്യൂണിറ്റി ബി ഇംപ്ലിമെൻറ്റഡ്? പിന്നെ ഹേർഡ് ഇമ്മ്യൂണിറ്റി വരണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ഈ അസുഖം വരാൻ തയ്യാറാവണം. അസുഖം വന്ന് അസുഖബാധിതരായി അതിനെ നേരിടേണ്ടി വരും. അത് പിന്നെ ഒരുമിച്ച് എല്ലാവരും രോഗികളായാൽ പിന്നെ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഓവർവെൽഡ് ആവും. നമ്മുടെ ഹോസ്പിറ്റലുകളും പിന്നെ എല്ലാ ഹെൽത്ത് സിസ്റ്റമൊക്കെ നിറയും. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കും ഈ അസുഖം ഒന്നിച്ച് വരികയാണെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ പിന്നെ കമ്മ്യൂണിറ്റി ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ നമുക്ക് മെല്ലെ നമ്മൾ ആളുകളെ ഇതിനെ എക്സ്പോസ് ചെയ്ത് ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനേ പറ്റൂ. വാക്സിൻ മിക്കവാറും 1 കൊല്ലത്തിന് മേലെ എടുക്കും. മിക്കവാറും ചിലപ്പോൾ 2 കൊല്ലം 3 കൊല്ലമൊക്കെ എടുക്കും. അപ്പോൾ വാക്സിൻ വരുന്ന കരുതി നമുക്ക് ലോക്ക്ഡൗൺ ചെയ്തിരിക്കുന്നതും നമുക്ക് പ്രായോഗികമല്ല. മിക്കവാറും നമുക്ക് കൂടുതൽ ദോഷം ഉണ്ടാക്കും. പിന്നെ നമ്മൾ മെല്ലെ എക്സ്പോസ്ഡായി ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഹേർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ മിക്കവാറും എല്ലാ ചോദ്യങ്ങളും ഡീൽ ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവസാനം സമ്മറൈസ് ചെയ്യുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം പിന്നെ അങ്ങനെ ഒരു സെറ്റിങ്ങിൽ മാത്രം നടക്കുന്ന ഇതോ ഒരു നേരെ പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അല്ല. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ രോഗാണുക്കൾക്കെതിരെ മാത്രമല്ല, നമ്മളെ ബോഡിയുടെ പല പ്രവർത്തനങ്ങളും, ബോഡിയുടെ പിന്നെ ഈ അപചയ പ്രവർത്തനങ്ങളും പിന്നെ ഈ ഫാഗോസൈറ്റോസിസ് നമ്മളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതും ഈ നശിച്ച സെല്ലുകളെ മാറ്റുന്നതും ഇമ്മ്യൂൺ സർവൈലൻസും ക്യാൻസർ ഇമ്മ്യൂണോ സർവൈലൻസും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. പിന്നെ അപ്പോൾ നമ്മളെ ഇമ്മ്യൂണിറ്റി കൂട്ടുകയോ കുറക്കുകയോ എന്ന് ചെയ്യുന്നത് നേരെ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എൻ്റെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു എന്നൊക്കെ നേരെ പറയാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയുള്ള ക്ലെയിംസും ഒക്കെ അത് മോഡേൺ മെഡിസിനിലായാലും ആൾട്ടർനേറ്റീവ് മെഡിസിനിലായാലും ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സും പിന്നെ ആൻറ്റി ഏജിങ് ഡ്രഗ്സും അങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഇതുവരെ സയൻറ്റിഫിക് അല്ല, അൺസയൻറ്റിഫിക്കാണ്. അപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ മെഡിസിൻ ഇനിയും മുന്നേറട്ടെ. തെളിവുകൾ നേരിടാനുള്ള നമ്മളെ ഈ പ്രവർത്തനം പുരോഗമിക്കട്ടെ. ശാസ്ത്രീയ ചിന്താഗതി പുരോഗമിക്കട്ടെ. എല്ലാവർക്കും നല്ലത് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.